സ്തുതിയോടു രാജമകൾ നിൻ വലഭാഗേ രാജമാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ജനമോർക്കായപിതൃകവും ബാരക്കുമോ വെൺവോലം വാദാമൽ വോലം ോരേകസുതൻ ത്രകരങ്ങളിലലിവാതൻ പകലപേക്ഷയണക്കേണം സൗമൻ കാലസ്തുറിയേലായിസോ വന്ദമകൾക്കായി ശ്ലോമോ വന്മേകിതോദവരൻ നിന്നോട് കൂടെ നാഥൻ നിൽത്താനുദയമതും ബാരക്കുമോ നായേറ്റി ഘോഷിച്ച ഗതിബഹുമാനീച്ചോ മറിയ വലുതാം പടവായ്ത മുറിയോറാഹി മേലൈനോ ആധാരേ ഞങ്ങൾക്കായുള്ളർദ്ധനയെ ഞങ്ങളിലാകൃത തോന്നീടാൻ ഏകാത്മജനോട് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, തമ്പുരാനെ പ്രസവിച്ച ഭാഗ്യവതിയായ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വിശുദ്ധ കുർബാന ദൈവസന്നിധിയിൽ 3 ഭവനങ്ങൾ ചേർന്നാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഓർത്ത് പ്രാർത്ഥിക്കാം. സൗമ്യ എബി മാത്യു, ജോഹാൻ എബി മാത്യു, അൽഹാൻ എബി മാത്യു, പ്രിയപ്പെട്ട ഏബിൾ മൂലേക്കാട്ട്, ഒപ്പം മനോജ്, ആഷ, റേച്ചൽ. ഓർത്ത് പ്രാർത്ഥിക്കാം. സർവേശ്വര വചനം വരനായി തീരാലോകോദേശ തിരഞ്ഞെടുത്ത ധന്യേ കന്യകമറിയാമേ, ചിന്മയനുടെ ജനനീ, നന്മ നിറഞ്ഞോളേ, അൻപോട് പ്രാർത്ഥിക്കാം. അമ്മേ ഭാഗ്യവതി, അമ്മേ ഭാഗ്യവതി. ولمهلات ورحمة وخنونه نصفون وطريحون المنون والمين آمين. ദുരിതത്തിലിരിക്കുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനും പ്രയാസത്തിലിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസത്തോടു കൂടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്റെ ദൈവിക അനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ ചൊരിഞ്ഞു കൊടുക്കുന്നവനുമായ കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇതാ നിന്റെ ദാസരായ അടിയങ്ങൾ കണ്ണുനീരോടും പ്രത്യാശയോടും കൂടി നിന്റെ കരുണാവാതിലിന് മുമ്പിൽ മുട്ടി വിളിക്കുന്നു. നാഥാ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഉടയവനെ, നിന്റെ സന്നിധിയിൽ ആശ്രയിച്ചിരിക്കുന്ന അടിയങ്ങൾ ലജ്ജിച്ചു പോകരുതേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകലവിധ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകലവിധമായ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ.
ഞങ്ങളുടെ കുലത്തിന്റെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായുള്ളോവേ, ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും നിമിത്തം ഞങ്ങളോട് കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ഓർക്കരുതേ. അവയെ കരുണയോടെ പരിഹരിക്കണമേ. നാഥാ, ഞങ്ങൾ നിന്റെ കൈവേലകളും നിന്റെ തിരുനാമത്താൽ വിളിക്കപ്പെട്ടവരുമാകിയാൽ മനസ്സലിവോടും സഹതാപത്തോടും കൂടെ ഞങ്ങളിൽ തൃക്കൺ പാർക്കണമേ. ദൈവം തമ്പുരാനെ നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ വിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയ്ക്ക് തിരുമുമ്പാകെ ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളതിനാൽ ഉത്തമനായുള്ളോവേ, ദൈവതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. Hallelujah, hallelujah, hallelujah. ഭൂസ്വർഗം പേറുന്നോനേ, മറിയാമോദരെ കൈകൊണ്ട് കാലത്തികവിൽ തേനിളകി ഓവ്രതായി വെളിവാക്കി സർവേശ്വരനോട് പെറ്റമ്മേ, കരുണാകടലേ പരിശോധേ, താരാൾവയുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ. കൈവെടിയല്ലേ നിന്നെ ഗസുതൻ സന്നിധിയിൽ അർപ്പിക്കണമീ അടിയാരെ. കൃപയും വാഴ്വും നൽകണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, അവിടത്തേക്ക് ഭാഗ്യം. സകല വംശങ്ങളും നിന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. എന്തെന്നാൽ ശക്തനും പരിശുദ്ധ നാമമുള്ളവനുമായ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. സകല ചരാചരങ്ങളെ സൃഷ്ടാവിനെ പ്രസവിച്ചതിനാൽ സകല ഗോത്രങ്ങളുടെയും വർഗങ്ങളുടെയും സർവ്വജീവജാലങ്ങളുടെയും മാതാവായി തീർന്ന പരിശുദ്ധ അമ്മേ, അടിയങ്ങളിതാ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായ്ച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാപരിതനായ ഹസ്കിയേൽ ദീർഘദർശി അത്യുന്നതന്റെ വാഹനമായ ആരെ ദർശിച്ചുവോ, ആ ജഡീകരതമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സീനായി മലമുകളിൽ വെച്ച് മൂശ ദീർഘദർശി എഴുതിയിലെറിയാൻ നിൽക്കുന്നതായി ദർശിച്ച മുൾപ്പടർപ്പ് ആര് ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചോ, പരിശുദ്ധ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആദാമിന്റെ സൃഷ്ടാവിനെ തന്റെ ചെറിയ കൈകളെടുത്ത് ആഘോഷിക്കുകയും സകല ജീവജാലങ്ങൾക്ക് ജീവൻ പകർന്നവനെ മുലപ്പാൽ കൊടുത്ത് വളർത്തുകയും ചെയ്ത സർവശക്തന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവാം ദൈവത്തിന്റെ ഇഷ്ടപുത്രിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്വത്തിന്റെ ആലയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുഞ്ഞുങ്ങളുടെ സംരക്ഷകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദാ പ്രകീർത്തിക്കുന്നു എന്താനായിരിക്കെ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വായുകളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കെ ഭൂപതിമാരാൽ പൊന്നും മോരും കുന്തിരിക്കും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ
ഈറ്റുശീലകളാൽ പൊതിയപ്പെട്ട ഉണ്മയായവനും ക്രൂപേന്മാരാൽ അത്യുരതത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിതനായിരിക്കെ യൂസേപ്പിന്റെയും മറിയാമിന്റെയും കയ്യിൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാർ സ്വർഗത്തിൽ നിന്ന് മന്നായം കാടപ്പക്ഷിയും കൊടുത്തു പോറ്റിയവനവനായിരിക്കെ ഭൗമിക കന്യയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനും വിസ്മയനീയ മഹാധനങ്ങളുടെ സർവാധിപതിയായിരിക്കെ ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്തം മഹിമാസനം സ്ഥിതി ചെയ്യവേ പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വയ്ക്കോൽ വിരിച്ച പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായ ദൈവം താനായിരിക്കെ മറിയാമിന്റെ മാറിടത്തിൽ ഒരു സാധാരണ കുഞ്ഞിനെ പോലെ അടങ്ങി കിടന്നുറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകലവാനുകൂലങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും അന്മഴിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ മിശിഹാ തമ്പുരാനേ, നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. നാമട്ടുകസിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോ എന്നേറ്റുല്ലേണം. കുറിയേലായിസോൻ 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 രക്ഷകനാം മശിഹാ ഞങ്ങൾ താൻ സൃഷ്ടാവാം ദേവാ കൃപ ചെയ്തിടണമേ, നാഥാ 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 കൃപ ചെയ്യണമലിവാൻ, 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 നാഥാ ഉത്തരമരുളണമേ, നാഥാ ഉത്തരമരുളണമേ, നാഥാ ഉത്തരമരുളണമേ, നാഥാ ഉത്തരമരുളണമേ, നാഥാ ഉത്തരമരുളണമേ. ശുഭോലോകമോറാൻ, ശുഭോലോകമോറാൻ, ശുഭോലോകസാവറാൻ, കവോലം വാരേ
സമാധാനം. കൂടി വാഴ്ത്തപ്പെടാകുന്നു. വേണ്ടി തമ്പുരാനെ പ്രസവിച്ച ഭാഗ്യവതിയായ അമ്മയോട് മധ്യസ്ഥയായിച്ചു നിങ്ങളെല്ലാവരെയും കർത്താവ് അദൃശ്യമായ വലുകരത്താൽ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പുണ്യവാൻ പന പോലെ തളിർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൻ ലബനോന്റെ കാരികിൽ പോ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ഒരുപോലെങ്ങും മോർഗി വറുകി സഹദാ ഉണ്ടേ മേലും നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയ ബഹുമാനി ചോർക്കായി സൗമൻ കാലസ്കുറിയേലായി പ്രാർത്ഥനയേൻ സമയമേതല്ലോ മോർമാസേനിയോസെൽദോ പതിവിൻ പാടി നിൻ കോട്ടായി പ്രാർത്ഥിക്കാം ഇമ്പമെഴോ നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശേ പുത്ര കൈവാഴ്ത്തേണം പാർക്കുമോ. നിന്നവരീച്ചൊരു താതനും മോർഗ്രിഗോറിയോ നിന്നോർമ്മയ ബഹുമാനിച്ച സുതനം സ്തോത്രം നിന്നെ മോടിച്ചോടിടുന്ന ലോഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറായ മേലൈനോ ആധാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളയും തൻ കോപത്തിൻ വടികളയും വായിച്ചീടാ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും പാർക്കുമോ. ബോല ബ്രോവൽ റൂഹോ കാദീശോ മെന്നോലം വാദാമൽ ഓലം വൽമീനാമീ. ശുദ്ധ്യാബെഷ്കുദിശ വസിച്ചുള്ള പാദങ്ങൾ ഭോഗധ്യാന ദ്വാരങ്ങൾ വാനവരൊത്ത വസിക്കേണം. പരനിൽ പത്യമാൻ ബഹായിൽ പരിചരിച്ച പട്ടക്കാരെ പരമാനന്ദ ദേശത്ത് പരിജോടിയെ ചേർക്കട്ടെ പാർക്കുമോ. ബോല ബ്രോവൽ റൂഹോ കാദീശോ മറന്നീലല്ലേ സോനുനാഥ ശുശ്രൂഷകരമൈഹികരെ ഉയർപ്പീൻ വലിയൊരു നാളിങ്കൽ അവർ കേൾക്കണമേ മോഹകാന്തി മുറിയോറായ മേലൈനോ ആധാരേ. മച്ചിയാകൂദാശകളർപ്പിച്ചോ രാജാരേന്മാർ കേകുക പുണ്യം നാഥാസ്തോത്രം. കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ
ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. പോലെ പറോവൽ റൂഹോ കാദീശോ മൂലം വാറാമൽ മൂലം കരുണ് താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ മൃതരെ ജീവിപ്പാനെഴും വെള്ളം മരമാതിനുയരെ കർത്താവേ അവരപരാഗത്തെ ദൈവമിസാകൊടയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതതന്നുയിരും സുതനെന്നു ശരീരാ മട്ടഹസിച്ച് പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ പരിശുദ്ധമായ യാഗപീഠത്തിൽ നിന്ന് നിന്റെ മക്കൾക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി പ്രതീക്ഷയാണ് അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാനായി നിൽക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ കാണപ്പെടാവതല്ലാത്ത പോലെ തൃക്കരം നീട്ടി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കരുണയും കൃപയും വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ദൈവത്തിന്റെ കരുണ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ അടിയങ്ങൾ ഭക്ഷിച്ചതായ അങ്ങയുടെ തിരുശരീരം പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്നതായ തിരുരക്തം ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ ശരണവുമായോനേ, നിന്നെ കുമ്പിടും ഈ ലോകം. നാവുകൾ നിൻ നാമം വാഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തമ്പുരാനെ, നിന്നെ ഏകജാതന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന അടിയങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും നിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബ് കോലസ്ബോ അനുവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. യേശു മശീഹാനുഭൂതിയില് ഞങ്ങളുടെ ദൈവമായ യേശു മശീഹ നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും ഇഷ്ടപ്രകാരം അടിയങ്ങൾക്കായി നീ ബലിയായി അർപ്പിക്കപ്പെട്ടു. നിന്റെ വിശുദ്ധമായ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും അവിടുന്ന് നൽകി. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങൾ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആശ ആമേൻ. ബാരേഖമോ. ഇല്ല ലോകോ ഔദുബമറോമി റോമിയോ ഭൈനോ ദീലോ വലിയ സ്നഗമേ ഉന്നതമായ സിംഹാസനത്തിൽ അരുണനായിരിക്കുന്ന കർത്താവേ, കൃപ നിറഞ്ഞതായ നിന്റെ തിരുനയനത്താൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കി നിന്റെ സ്ലീബായുടെ തണൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കരകളെയെല്ലാം നീ നിന്റെ സോപ്പായാൽ കഴുകണമേ. ഞങ്ങളുടെ വീഴ്ചകളെ നീ ഒരു നാളും ഓർക്കരുതേ. ദുഃഖം നിറഞ്ഞതായി ലോകത്തെ വിട്ടു പിരിഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരീ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അബ്രാഹാമി മടിയിലൂടെ ആശ്വാസം നൽകണമേ.
ദസലിബുനുഖറോ കൂലൻ സത്ത രഘുവേദമേനോ അൽഹുൻ കെൻഷോ ബ്രീക്കു മാതൃവിശോധാസ്മൃതി സംബന്ധം നൽകുക നൽ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾ വാത്സല്യ സഹോദരങ്ങൾ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായി ഈ തൃത്വത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും നമ്മുടെ കർത്താവിൻ്റെ ജയകരമായ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മായാൽ മുദ്രൂത്തപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കട്ടെ, തെറ്റുകളെ ക്ഷമിക്കട്ടെ, നിങ്ങളുടെ വാങ്ങിപ്പോർക്ക് ആശ്വാസം നൽകട്ടെ. ഞങ്ങളോ ബലഹീനരും ഭാവികളും ദാസരും നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിപ്പാൻ ഇടയാകട്ടെ. നിങ്ങൾ നിറഞ്ഞ് തെളിഞ്ഞാനന്ദിച്ച് സമാധാനത്താലെ പോകുകയും നാൾതോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും കൈക്കൊള്ളട്ടെ കർത്താവ് അർപ്പിച്ചോരി തിരുബലിയെ അങ്ങേ പ്രാർത്ഥനയാൽ ഞങ്ങൾ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാടുകൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിൽക്കുവാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ അമ്മേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിർമ്മലമായ കർത്താവേ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എല്ലാവരും അതാത് സ്ഥാനത്തിരിക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ഇടവകയിലേക്ക് ശുശ്രൂഷയ്ക്കായി പുതിയതായി നിയോഗിക്കപ്പെട്ട 2 വൈദികർ, പ്രിയപ്പെട്ട മനു അച്ഛനും ജോസിസ് അച്ഛനും, രണ്ടുപേരെയും സന്തോഷത്തോടുകൂടി ഇടവക സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രത്യേക ചടങ്ങ്, സെറിമണി താഴെ വിശുദ്ധ കുർബാനാനന്തരമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. അച്ഛനെ സന്തോഷത്തോടുകൂടി വിശുദ്ധ രക്ഷാകരമായ എവൻഗേലിയോൻ സന്ദേശം നൽകുവാനായിട്ട് ഈ സമയത്ത് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മനു അച്ഛൻ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ ആദ്യമായി അച്ഛൻ വന്നതുകൊണ്ട്, നമ്മുടെ ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പരിചയത്തിൻ്റെ കുറവ് കാണുമെന്നറിയാം. എന്നാലും അച്ഛൻ ഓർമ്മപ്പെടുന്ന എഡ്മണ്ടൻ സെൻറ്റ് സൈമൺസ് സെൻറ്റ് ജേക്കബ് പള്ളിയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. അച്ഛൻ നാട്ടിൽ അടിമാലിയിലാണ് അച്ഛൻ്റെ ഭവനം. 2 ജോസിസ് അച്ഛനെ നമുക്ക് പരിചയമുണ്ട്. അച്ഛൻ ഷമ്മാശനായിരുന്ന കാലം ഘട്ടം മുതൽ സ്കാർബോ പള്ളിയിലെ പ്രിയപ്പെട്ട നമ്മുടെ മുൻ വികാരി പൗലോസ് അച്ഛൻ്റെ ബ്രദറിൻ്റെ മകനാണ്. ഒരുമിച്ച് ഈ ദേവാലയം ഒരുമിച്ച് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇന്നത്തെ രക്ഷാകരമായി ഇതിൻ്റെ ഒഫീഷ്യലി ഉള്ള സെറിമണി താഴെയുള്ളതുകൊണ്ട് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മനോജനും ഞാനും പരസ്പരം അറിയാവുന്നതാണ്. സെമിനാരിയിൽ എൻ്റെ തൊട്ട് സീനിയറായിരുന്നു. അച്ഛൻ്റെ നാട്ടിലെ ശുശ്രൂഷകളൊക്കെയും വളരെയേറെ ആധ്യാത്മികമായ ഉണർവോടെ അച്ഛൻ നടത്തിയതൊക്കെ ഓർക്കുന്നു. കോതമംഗലം ചെറിയ പള്ളിയിലെ വികാരിയായി ധാരാളം വർഷങ്ങളിൽ അവിടെ ശുശ്രൂഷ ചെയ്തൊക്കെയും ഓർക്കുന്നു. നാട്ടിലിരുന്ന പള്ളി ഒക്കെ വലിയ ദേവാലയങ്ങളും തിരക്കേറിയ ശുശ്രൂഷകളുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് ഔട്ട്സൈഡ് ബാഹ്യ കേരള ഭദ്രാസനത്തിലും മുംബൈ ഇവിടെയൊക്കെയും അച്ഛൻ്റെ ശുശ്രൂഷകൾ വളരെ സന്തോഷത്തോടും അതിലുപരി ദൈവ നടത്തിപ്പോടും കൂടി ചെയ്തൊക്കെയും ഓർക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഇപ്പോൾ രക്ഷാകരമായ എവൻഗേലിയോൻ അച്ഛൻ
6-7 മിനിറ്റ് സന്ദേശം നൽകും. തുടർന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണ്, വിശുദ്ധ കുർബാന ഈ മഹാമാരിയുടെ നടുവിൽ നമ്മൾ, പ്രത്യേകിച്ച് ഒമിക്രോൺ വന്നതോടുകൂടി നമ്മൾ അതിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കണമെന്ന് നിങ്ങൾ അറിയിക്കുകയുണ്ടായി. എങ്കിലും അച്ഛനും 2 വൈദികരും പിന്നീട് ആലോചിച്ച് നിങ്ങളെ മഹാമാരി ശാന്തമായി എന്ന് ഒക്കെ ഒരു ബോധ്യം വരുമ്പോൾ തീർച്ചയായും മുന്നോട്ട് വന്നത് ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അച്ഛനെ സന്തോഷത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും നമ്മുടെ മേലെന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. എത്രയും ബഹുമാനപ്പെട്ട എബി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസിസ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ ശുശ്രൂഷകർ, കടന്നു വന്നിരിക്കുന്ന വിശ്വാസി സമൂഹമേ, ഓൺലൈൻ വഴി ഈ വചനം ശ്രവിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ ക്രമീകരണം അനുസരിച്ച് ഈ ആഴ്ചത്തെ വിശുദ്ധ എവങ്കേലിയൻ വായനയ്ക്കും ധ്യാനത്തിനുമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗമാണ്. പലതവണ വായിച്ചു കേട്ടതും ധ്യാനിച്ചിട്ടുള്ളതുമായ ഒരു വേദഭാഗമാണ്. യേശു തമ്പുരാൻ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലഘട്ടത്ത് തൻ്റെ സ്വന്തം പട്ടണമായ നസ്രയത്തിലേക്ക് കടന്നു ചെല്ലുകയും ഒരു ശാബത്ത് ദിവസം സിനഗോഗിൽ യഹോവയുടെ വചനങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ അത് കേട്ടിരുന്ന തൻ്റെ നാട്ടുകാർ, ചാർച്ചക്കാർ ആശ്ചര്യത്തോടുകൂടെ പറയുന്നു, ഇവന് കിട്ടിയിരിക്കുന്ന ഈ ജ്ഞാനം എന്താകുന്നു? ഇതുപോലെയുള്ള ശക്തികൾ ഇവൻ മുഖാന്തരം നടന്നുവല്ലോ. ഇവൻ മറിയാമിൻ്റെ മകനും യാക്കോബിൻ്റെയും യോസിയുടെയും യഹൂദായുടെയും ശെമൂവിൻ്റെയും സഹോദരനുമായ മരപ്പണിക്കാരനല്ലയോ എന്ന് പറയുന്നു. യേശു തമ്പുരാൻ ഒരുപക്ഷെ വലിയ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം സ്വന്തം ഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ വചനങ്ങളെ വ്യാഖ്യാനിച്ചത്. കേട്ടിരുന്ന ജനസമൂഹം വലിയ അത്ഭുതത്തോടുകൂടെ പറയുകയാണ്, എന്തു വലിയ ജ്ഞാനമാണ് ഇവനിൽ നിന്നും പുറപ്പെടുന്നത്. വേദം പഠിച്ചവരായ സാധുക്യരും ഇവരെല്ലാം വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ വളരെ ആഴത്തിൽ, വളരെ അർത്ഥവത്തായിട്ട് യഹോവയുടെ വചനങ്ങളെ വ്യാഖ്യാനിക്കുവാൻ ഇവൻ എങ്ങനെ കഴിയുന്നു? അവർ പറയുന്നു, ഇവൻ ഒരു മരപ്പണിക്കാരനായ വ്യക്തിയല്ലയോ? നമുക്കറിയാം, പാശ്ചാത്യ സംസ്കാരവും പൗരസ്ത്യ സംസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിൽ ഏത് ജോലിയായിരുന്നാലും ആ ജോലിയുടേതായ മാന്യത, തൊഴിലിൻ്റേതായ മാന്യത അവർ നൽകുന്നുണ്ട്. എന്നാൽ പൗരസ്ത്യ ദേശത്തെ സംസ്കാരം തിരിച്ചും വ്യത്യസ്തമാണ്. അവിടെ ജോലിയുടെ ആ തലമനുസരിച്ച് മനുഷ്യന് മാന്യത കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. KR നാരായണൻ രാഷ്ട്രപതിയായി വന്നപ്പോൾ വലിയ അത്ഭുതമായി. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുവൻ ഇത്രമാത്രം ഉയർന്നുവല്ലോ. കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി, മുതുവാൻ വംശത്തിലുള്ള ഒരു കുട്ടി ആദ്യമായിട്ട് MBBS പാസ്സായി എന്ന്. അതൊക്കെ ആദ്യ നാളുകളിൽ വലിയ അത്ഭുതകരമായിരുന്നു. അത് അവർക്ക് എത്തിപ്പെടുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു തലമായിരുന്നു. എന്നാൽ കാലം മാറി, വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും പ്രാപ്യമായി ലഭിക്കുന്ന ഈ കാലഘട്ടത്ത് ആർക്കും എത്തിപ്പിടിക്കാവുന്ന ഉന്നതങ്ങളിൽ ആർക്കും പരിശ്രമിച്ചാൽ എത്തിച്ചേരാമെന്ന് കാലം തെളിയിക്കുകയാണ്. യേശുതമ്പുരാൻ്റെ കാലഘട്ടത്തും മരപ്പണിക്കാരനായ ഒരു കുടുംബത്തിലെ വ്യക്തിക്ക് ഈ വേദങ്ങളെ വ്യാഖ്യാനിക്കുവാൻ കഴിയുകയില്ല എന്ന് ആ സമൂഹം ധരിച്ചിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ അത് തിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ വളർച്ചയെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും.
പൈതൽ വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവീക ജ്ഞാനമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ആദിമ സഭയിൽ പരിശുദ്ധ ശിഷ്യന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ യേശുതമ്പുരാൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. പെന്തിക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് ആവഹിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായ ശിഷ്യന്മാർ വിവിധ ഭാഷകളിൽ പ്രസംഗിക്കുവാൻ തുടങ്ങി. അത് കണ്ടു നിന്ന ജനം അത്ഭുതപ്പെട്ടു. നാം കേൾക്കുന്നത് എന്താണ്? മുക്കുവരായ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തതായ ഈ ശിഷ്യന്മാർ ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നു. ആ ജനസമൂഹത്തിനും അത്ഭുതമായി. അതിന് കാരണമായത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. യേശു തമ്പുരാനും വളർന്നു വന്നത് ഇതേ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലാണ്. ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് അത്ഭുതമായി തീരുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും പരിശുദ്ധ മാമുദീസ കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തികളാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വർദ്ധിപ്പിക്കുവാനായിട്ട് നിരന്തരം പരിശ്രമിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരും. യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മൾക്ക് അത് കാണിച്ചു തന്നു. പരിശുദ്ധ ശ്ലീഹന്മാർ അവരുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഇന്ന് നമുക്കും അത് സാധ്യമാണ്. ഈ പരിശുദ്ധ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും അധരങ്ങളിൽ നിന്നും വരുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ മറ്റുള്ളവർക്ക് അത്ഭുതത്തിന് കാരണമാകും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അസാധ്യമാണ് എന്ന് തോന്നുന്ന പ്രവൃത്തികൾ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഓരോരുത്തരും അത്ഭുതമായി മാറും. നാം ചെയ്യേണ്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വളരുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുവാനായിട്ട് ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് പാപബന്ധനത്തിൽ നിന്നും മോചിതരായി പാപം നിറഞ്ഞതായ ലോകത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടുകൂടെ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് അത്ഭുതമായി മാറുവാൻ ഇടയായിത്തീരും. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് പരിശ്രമിച്ച് അതിനുവേണ്ടി സമർപ്പിച്ച് ജീവിക്കുക. അവസാന ഭാഗത്ത് മറ്റൊരു ഭാഗം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തു അവിടെ കുറേ രോഗികളെ കൈവച്ച് സുഖപ്പെടുത്തിയതല്ലാതെ മറ്റൊരു ശക്തിയും അവിടെ പ്രവർത്തിപ്പാൻ അവന് കഴിഞ്ഞില്ല. അവരുടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു. നമുക്കറിയാം, യേശു തമ്പുരാൻ്റെ പ്രവർത്തനത്തിന് വിശ്വാസം അനിവാര്യമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് അല്പമായ ഒരു വിശ്വാസമല്ല, തണുത്ത ഒരു വിശ്വാസമല്ല. അവിടെ ഉറച്ച വിശ്വാസം പ്രാപിക്കുവാനായിട്ട് കഴിയണം. താൻ ഏറെ സ്നേഹിച്ച ലാസർ മരിച്ചുപോയി. 4 ദിവസം കഴിഞ്ഞ് തൻ്റെ സഹോദരിമാർ മാർത്ത മറിയയുടെ അടുക്കലേക്ക് യേശു തമ്പുരാൻ കടന്നു വന്നു. അവരുടെ പരിഭവങ്ങളും പരാതികളും ദുഃഖങ്ങളും വേദനകളും എല്ലാം യേശു തമ്പുരാൻ പങ്കുവെച്ചു. അത് കഴിഞ്ഞ് യേശു തമ്പുരാൻ പറഞ്ഞു, ലാസറിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് പോകാം. അവിടെ ചെന്ന് യേശു ക്രിസ്തു കല്ല് മാറ്റുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ സഹോദരന്മാർ പറയുന്നുണ്ട്, ഗുരു 4 ദിവസമായി, മൃതശരീരം അഴുകി നാറ്റം വെച്ചിരിക്കുന്ന സമയമാണ് നീ കല്ല് മാറ്റുവാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ അടിസ്ഥാനം വിശ്വാസമാണ്. അതാണ് ഇവിടെയും പറയുന്നത്. അവരുടെ വിശ്വാസക്കുറവിൽ യേശു തമ്പുരാൻ അവിടെ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. പത്രോസ് യേശു ക്രിസ്തുവിനോട് ആവശ്യപ്പെട്ടു, കർത്താവേ, എനിക്കും നീ നടന്നതുപോലെ കടലിന്മീതെ ഒന്ന് നടക്കണം. കർത്താവ് പറഞ്ഞു, നീ ഒട്ടും താമസിക്കണ്ട, നീ കടലിന്മീതെ നടക്കുക. പത്രോസ് നടന്ന് കുറച്ച് കാലടികൾ വച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിന് തോന്നി, ഞാൻ താണുപോവുകയാണ്. അവന് ഭയം വന്നു. അവൻ നിലവിളിച്ചു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ നശിച്ചു പോകും.
അവിടെ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ കുറവ് വരുമ്പോൾ താണുപോകുന്നതായിട്ട് തോന്നും. ഈ മഹാമാരിയുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഇനിയും ഇതിനേക്കാൾ ഭയാനകമായ അവസ്ഥയിലേക്ക് ഈ മ്യൂട്ടേഷൻ സംഭവിക്കുമെന്നെല്ലാം പറയുന്ന ഈ സാഹചര്യത്തിൽ ഭയപ്പെടാതെ, ശങ്കിക്കാതെ ദൈവത്തിൽ സമർപ്പിച്ച് ജീവിതം നയിക്കുക. രോഗത്തിൻ്റെ അവസ്ഥയിൽ, പരാജയത്തിൻ്റെ അവസ്ഥയിൽ, മറ്റ് പലവിധമായ അസ്വസ്ഥതകളുടെ മധ്യത്തിലും ഭയം നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിക്കണം. ഭയം പൈശാചികമാണ്. ഭയം കടന്നു വന്നപ്പോൾ പത്രോസ് വാവിട്ട് നിലവിളിച്ചത് താണുപോകുന്നുവെന്ന് അവന് തന്നെ തോന്നിയത്. ചിലപ്പോഴൊക്കെ നമുക്കും തോന്നും, ജീവിതം ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും നേടുവാനായിട്ട് കഴിയുകയില്ല. കഴിഞ്ഞ ദിവസം ക്യാൻസർ രോഗിയുടെ ഒരു ഭവനത്തിൽ കടന്നു ചെന്നു. ചെറുപ്പമാണ്, എൻ്റെ കാലമൊക്കെ ഒരു 2 വയസ്സ് പ്രായം കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ വേദനാജനകമായ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന മനുഷ്യൻ ക്ലാസ് 1 ലൈസൻസ് എടുത്തു, ട്രക്ക് ഓടിക്കുവാനായിട്ട് സാധിച്ചില്ല. HCA പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടി, ജോലി ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആൽബർട്ട ഹെൽത്ത് സയൻസിൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് ക്യാൻസറിൻ്റെ റിസൾട്ട് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു ജോലി ചെയ്യുവാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ല. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം വളരെ വേദനയോട് പറഞ്ഞു, ഇനി ഒരു ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛ. ഞാൻ പറഞ്ഞു, ഭാരപ്പെടാതെ പ്രത്യാശയിൽ ആ മനസ്സിന് ബലം കൊടുക്കുക. ഏത് രോഗിക്കും ആവശ്യം മനസ്സിൻ്റെ ബലമാണ്. ആ മനസ്സിൻ്റെ ബലമാണ് ശരീരത്തിലേക്ക് നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത്, ഒത്തിരി പരിമിതികളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യർ, പ്രതീക്ഷകൾ അറ്റുപോയ മനുഷ്യജീവിതങ്ങൾ, ഒരു പക്ഷേ അവിടെയൊക്കെ വിശ്വാസം, ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത്ഭുതങ്ങളെ പ്രാപിക്കുവാനായിട്ട് ഒരവസരമായി തീരും. നമ്മുടെ ജീവിതത്തിൽ ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമകളായി ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. നേരെ മറിച്ച് അല്പമായ വിശ്വാസം എന്ന് പറയുന്നത് പ്രകടമായ ഒരു ഭാവം മാത്രമല്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ പൂർണ്ണമായ വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ ദൈവ തിരുമുമ്പാകെ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം നയിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരൂ. ആ വിശ്വാസമുള്ളവരായി ദൈവത്തിരുമുമ്പാകെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, വിശ്വാസത്തിൽ വളരുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറയുവാനായിട്ട്, മറ്റുള്ളവർക്ക് അത്ഭുതവഹമായി തീരുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പ്രാപിക്കുവാൻ, ദൈവം പ്രവർത്തിക്കുന്ന ഓരോ ചാലകങ്ങളായി എനിക്കും നിങ്ങൾക്കും മാറുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ കടന്നു വന്ന് വിശുദ്ധ 3 കുർബാനയിൽ പങ്കാളിയായി തീരുവാൻ അവസരം നൽകിയ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. അല്പമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പേര് മനു മാത്യു, വീട്ടുപേര് കാരിപ്രയിൽ. ഞങ്ങൾ കുറുപ്പമ്പടി സ്വദേശികളായിരുന്നു. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ ഹൈറേഞ്ചിലേക്ക് കുടിയേറി പാർത്തു. അങ്ങനെ അടിമാലിയിൽ തറവാട്, അങ്ങനെ അടിമാലിയിൽ വളർന്നു വന്നു. എന്നാൽ ഞാനും കുടുംബവും സെറ്റിൽ ചെയ്തിരിക്കുന്നത് കോതമംഗലം പ്രദേശത്താണ്. എനിക്ക് ഭാര്യ, 2 മക്കൾ. മൂത്ത മകൾ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ ആയി. രണ്ടാമത്തെ മകൻ 7th ഗ്രേഡിൽ പഠിക്കുന്നു. അവർ എഡ്മണ്ടനിൽ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ എത്തിച്ചേരുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി. അപ്പോൾ ഇന്ന് തിരുമേനിയുടെ കൽപ്പന പ്രകാരം ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഇടവകയുടെ വികാരിത്വം ഏറ്റെടുക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഈ സെൻറ്റ് മേരീസ് പള്ളി ഞാൻ കേട്ടു എഡ്മണ്ടനിലെ തലപ്പള്ളിയാണ്, കാനഡയിലെ തലപ്പള്ളിയാണ്. ആദ്യമായിട്ട് കാനഡയിൽ യാക്കോബായ വിശ്വാസികൾ ആരാധന ആരംഭിച്ച ഒരു പള്ളിയാണ് സെയിൻറ്റ് മേരീസ് പള്ളി. ആയതുകൊണ്ട് തന്നെ
ഒത്തിരി പ്രാധാന്യം തലപ്പള്ളികൾക്കുണ്ട്. ഈ പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോയി മറ്റു പള്ളികൾ തുടങ്ങിയവരാണ് ബാക്കി പള്ളി എല്ലാം. ആയതുകൊണ്ട് ബാക്കി എല്ലാ പള്ളികൾക്കും, കാനഡയിലെ എല്ലാ പള്ളികൾക്കും ഒരു മാതൃകയായിട്ട് വർത്തിക്കുവാൻ ഈ സെൻറ്റ് മേരീസ് ഇടവകയ്ക്ക് ബാധ്യതയുണ്ട്, കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ബലഹീനമായ ശുശ്രൂഷയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ എഴുന്നേറ്റ് ധൂപപ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുക. തുടർന്ന് നിങ്ങൾ അതാത് സ്ഥാന ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം വാങ്ങിപ്പോർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുശേഷം നിങ്ങൾ അതാത് സ്ഥാനത്ത് തന്നെ ഇരിക്കുക. അച്ഛന്മാരുടെ വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം മുന്നിലേക്ക് വന്ന് സെറിമണിയുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് അച്ഛന്മാർ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന സമയത്ത് മറ്റ് ഓഫീസ് ബെയറേഴ്സ് മറ്റ് ചെയറുകൾ ഇട്ടത് ക്രമീകരിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാന ഏറ്റുകഴിച്ച 3 കുടുംബങ്ങളെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഏബിൾ മൂലേക്കാട്ട്, മനോജ് ആഷ, റേച്ചൽ, സൗമ്യ ബി, ജോഹാന ബി, അൽഹാന ബി, അവർ ഏതൊരു നല്ല ആവശ്യപ്രതി നിർവഹിച്ചുവോ കർത്താവ് കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൂപപ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഭക്തർവകഴ്ച ഭാജനമേ നിർത്തിയിടരുതേ മാതാവേ, ഹല്ലേലൂയ. വളരും അവൻ ലബനോന്റെ കാരികിൽ പോടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ഒരുപോലെങ്ങും മോർഗി വറുകി സഹതാമേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ഭാഗ്യം നീബിയാർക്കും ഭാഗ്യം സഹദേർക്കും മശിഹായെ കാൺമാൻ കാക്ഷിച്ചൊരു സഹദേർ വളച്ചിറകുകൾ ഉന്നത പദമേറി പരിശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായും വാങ്ങിപ്പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കടിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരൻ ജീവസ്വരമതുണർത്തണമേ. കബറിന്നു രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ കർത്താവേ കള്ളനു കിട്ടിയതിന്റെ വരം കൊണ്ടാടി വരി
അനുഗ്രഹിക്കപ്പെട്ടവർ, ഇപ്പോൾ നിങ്ങൾ കൊയറ് പാടുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വന്ന് വഴിപാടിട്ട് തിരികെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ ആയിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നീമയൻ പാതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയെന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാ, മേന്മേൽ കൃപയുണ്ടാകണമേ. ഇക്കുർബാനയടച്ചുള്ളോ പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സ്തോമൻ കാലോസ് കുറിയേലായിസോ. മോറാനേശുമശിഹ ഉൾക്കൊണ്ടോരി നിന്മയും തിരുരക്തമുതം ശിക്ഷാപ്രതികാരങ്ങൾക്കായും തീരാതെ കുറ്റങ്ങളറാലൊയ്യണമേ നിർമ്മലമ നിൽക്കുന്നതിനും ഹാലേലുയ്യ ധൈര്യസമേതം നിന്മോദ തടയിൽ കുടിപ്പിക്കും നീയവരെ കർത്താവേ. ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തൊരുവരെയും രക്തമതും തിരുനരകത്തിൽ പാലമതായി തീർന്നേക്കണമേ. ഹല്ലേലൂയ. ജീവൻ നിത്യം പാർക്കുമോ. ശിഷ്യന്മാർക്കായി അമ്മലകിൽ തന്തിരുമേനി ഗണ്ണിച്ചാതവരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതങ്ങൾ ചേർത്തൊരു. ഹല്ലേലൂയ. സുഖനായ സ്തോത്രം.
പുതുജീവൻ നിന്നോട് കൈക്കൊണ്ട് ഓരോ കൈകൾ അവസാനത്തിന് വിധി സമയത്ത് എരുതിയും രൂക്ഷതീങ്ങൾ ഞെട്ടിടല്ലേ ശൈത്യം കൊണ്ടവതാനേ ഹല്ലേലൂയ നീട്ടപ്പെടണേ മനോലം വാദാമോലം വാമീനാമേ ഗോകുൽത്തായും രക്ഷകന വൃക്ഷത്തിന്മേൽ വെച്ചെന്ന് മരിച്ചോടുവീർപ്പിൽ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖമൊഴിച്ചു ഹാലേലൂയ മോദിപ്പിച്ചു പാതകനാം റൂബേലിന് ജീവൻ മോച ബലിയാൽ നൽകിയെങ്കിൽ ജീവനെഴുന്നേൻ ബലിയാലെ വിശ്വാസികൾ മരിച്ചവർക്ക് എത്ര കൂടും Moran Islamere, Moran Ramere, Moran Ramere, Chupolok, Moran Chupolok, Moran Chupolok, Sabran Lolam Barak Mo. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യഭരണമേ ദരിദ്രശ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദൃഷ്ടിണമേ എന്തുകൊണ്ടാണ് രാജ്യശക്തി മാത്രവും എന്നേക്ക് നമുക്കുള്ളതാകുമേ നിറഞ്ഞ അമ്മേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ അർത്ഥാവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമാനിയെ മറുത്തുമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് വിഷ്ണുമേ അമ്മേ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ
ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ സ്വന്ത വീട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത വീട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു കാണും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു കാണും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. യേശു എന്നടിസ്ഥാനം ആശ്രയവനീലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താം. ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ദുഃഖം ധാരി Good morning, everyone. As you know why we are here today and the function going on. Respected Achan and St. Mary's family members, as a secretary of the St. Mary's Church, it is my privilege to welcome you all for this special occasion. As you know, today ABHN's last day as our vicar, as he is finishing his term and taking on the responsibility of London St. Gregorius Church. Also today we are welcoming our new vicar, Reverend Father Manu Matthew, and we should also like to welcome Reverend Father Joseph Jose, who will conduct the Holy Mass once in a month and nourish our youth ministry. So first of all, let me welcome Manu Achan. There is no introduction. Achan already mentioned an introduction to him. He was a vicar in Edmonton Church. So let us welcome Manu Achan to St. Mary's family. Thank you, Achan. Now let us welcome Father Joseph Achan. Achan will give a small speech after this.
If you don't know Achan, Achan was our previous vicar, V.V. Paulos Achan's elder brother's son. Achan was elevated as a priest. Achan elevated his priesthood in recent months before, and I was fortunate to witness that moment on that function. Let us welcome Joseph Achan. Thank you, Achan. Achan will speak to us in a few words. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, then good morning to all my brothers and sisters in Jesus Christ. പിതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പൗരോഹിത്യം, priesthood, every priest holds the light of God. Every priest, the responsibility of every priest is to spread the light of God to his people, എന്ന് പറയുമ്പോൾ to his congregation എന്നാണ്. A beautiful thing about this is, നമുക്ക് ഈ ലൈറ്റ്, ഈ പ്രകാശം, ദൈവത്തിൻ്റെ ഇലുമിനേറ്റിംഗ് ലൈറ്റ്, വി കനോട്ട് ഹോൾഡ് ഇറ്റ്. ഈ നമുക്കിങ്ങനെ ഒതുക്കി പിടിക്കാൻ പറ്റില്ല ഈ സംഭവം. Illuminating light, it should spread everywhere. It's very difficult to hold this light in a confined space. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ എബിയച്ചൻ ഈ ഇടവക വിട്ട് പോകുന്നത്. Because Ebiachan was spreading the light of God to this congregation since last 10 years. 10 years. And now it is time for him to spread the light of God to other people. London ദേവാലയത്തിന് വേണ്ടി ദൈവം അച്ഛനെ വിളിക്കുകയാണ്. So he has to leave this congregation to spread the light of God to other people outside this congregation. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഈ ഇടവകയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, let me congratulate Achan for all the wonderful things he has done to this congregation. And അച്ഛൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവം അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ let me welcome Manu Achan to the Canada Eastern region. തിരുമേനിയുടെ കൽപ്പന കണ്ടപ്പോൾ, വായിച്ചപ്പോൾ, ഈ സെൻറ്റ് മേരീസ് ദേവാലയത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മനു അച്ഛനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് കേട്ടപ്പോൾ ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാർ ഇവാനിയോസ്, സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം 6 books on priesthood എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ എഴുതിയൊരു കാര്യമുണ്ട്. He was comparing the dignity of parenthood with the dignity of priesthood. അതിനകത്ത് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം പറഞ്ഞൊരു കാര്യമാണ്, priesthood is always beyond parenthood എന്ന ഒരു കാര്യം. അപ്പോൾ ഈ priesthood beyond parenthood എന്ന് പറയുമ്പോൾ the responsibility of a parent, നമ്മുടെ മാതാപിതാക്കളുടെ വേദനകളും കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിന് വേണ്ടിയായിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും സർവൈവൽ, നമ്മുടെ ഈ ലോകത്തിൽ സർവൈവ് ചെയ്യാൻ, ഈ ഏർത്ത്ലി സർവൈവലിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഓരോ പുരോഹിതൻ്റെയും പ്രവർത്തനം അവൻ്റെ ഇടവകയുടെ നിത്യജീവന് വേണ്ടിയാണ്, ഈ സ്പിരിച്വൽ ലൈഫിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് മാർ ഇവാനിയോസ് പറയുന്നത്, priesthood is more than parenthood എന്ന് പറയുന്നത്. The dignity of priesthood is more than that of parenthood എന്ന് പഠിപ്പിക്കുന്നത്. എനിക്കും മനുവച്ചനും ഈ ദേവാലയത്തിലുള്ളവരോടുള്ള റിലേഷൻഷിപ്പ് ആ പറയുന്ന പാരൻറ്ഹുഡിനേക്കാളും വലുതായിരിക്കട്ടെ. മാർ ഇവാനിയോസ് പഠിപ്പിക്കുന്നത് പോലെ ഒരു പാരൻറ്ഹുഡിനേക്കാളും ഒരു വലിയൊരു റിലേഷൻഷിപ്പ് ഈ ദേവാലയമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Thank you, Achan. I just want to bring everybody's attention to around 12 years back.
I was asked, Ebi Achan, are you willing to come to Canada? Then Achan told me, Baiju, I know I was in your list, but my selection was not there. Someone else is, you have selected someone else. So again I asked Achan, are you willing to come to Canada? Then Achan എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ദൈവഹിതം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. Then Achan came to our little church, Kenmore Avenue, in 2011. Achan faced few challenges like fundraising, construction, and finally the corona. Through all his situations, Achan kept us united. As you know, the COVID came, there were travel restrictions, gathering were limited to 5 people, traveling limited to 1 or 2. Few of our members even told us, shut down the church until the situation is improved. But Achan was willing to conduct Mass, even Achan was alone too. As you know, it's only 5 people can attend the church. Then Ammai played a key role in that, supporting our choir, while Johan and Elhan, they came to help their father, instead of their helping us. I remember the names, I cannot forget them as well. Simon and Charles, to supporting those days as now that Willie and Benny is doing. During last 11 years, Achan has united us through time of happiness, even when the difference of opinions, even disagreements. Acha, sometime your silence, your patience, and finally your forgiveness and prayers have helped us to where we are right now. And my request to Manu Achan and Joseph Achan is to please continue to keep us united through your prayers. Now, I am inviting Jobin Choi, as he is one of the senior altar member, to say a few words. Thank you. Good morning, everybody. Respected Ebi Achan, Manu Achan, and Joseph Achan. This is really not my place to say anything. ഈ തലയിരിക്കുമ്പോൾ വാലാടരുത് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും നെടുന്തൂണായി നിൽക്കുന്ന ഞങ്ങളുടെ അച്ചായൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടും യോഗ്യൻ അച്ചായനാണ്. ബട്ട് ഐ ഹവ് ബീൻ നോമിനേറ്റഡ് ആൻഡ് എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ 2 വാക്കുകൂടെ സംസാരിക്കുകയാണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറ്റമൊന്നും പറയാനില്ല. ഏറ്റവും കൂടുതൽ ഒരു വൈദികൻ ആദ്യമായിട്ട് ഏത് ഇടവകയിൽ വന്ന് ശുശ്രൂഷ ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേനും ആ വൈദികൻ എങ്ങനെയാണ് ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, ഇതെല്ലാം ഏറ്റവും കൂടുതൽ ജനവും ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നത് ശുശ്രൂഷക്കാരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്മാർക്കുള്ള ഏറ്റവും വലിയ ശത്രുതയും ഉദിക്കാറുള്ളതും മദ്ബായിൽ നിന്നാണ്. ഇവിടെ അച്ഛൻ വന്നതിന് ശേഷം 12 വർഷം മുമ്പ് അച്ഛൻ വന്നതിന് ശേഷം അച്ഛൻ ലാൻഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയിട്ടുള്ള ബന്ധമാണ് എൻ്റെയും അച്ഛൻ്റേത്. അച്ഛൻ എൻ്റെ അപ്പച്ചനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അപ്പച്ചാന്ന് വിളിക്കുന്നത് എൻ്റെ അങ്കിളാണ്, മത്തായ അങ്കിൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ട് അപ്പച്ചൻ്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നതും. അച്ഛൻ വന്ന ആ നിമിഷം മുതൽ ഇന്നേ വരെ ഞങ്ങളെല്ലാവരെയും കരുതുന്നത് ഈ ദൈവസ്നേഹം അതിൽ പൊതിഞ്ഞു തന്നെയാണ്. അച്ഛൻ ആകെ ഒരു ദൗത്യമേ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ. നമ്മളിവിടെ മദ്ബഹായിൽ ശുശ്രൂഷിക്കാൻ കയറി വരുമ്പോൾ നിങ്ങൾ വരുന്നത് ആ ഒരു വിശുദ്ധിയോടുകൂടി വരണം. നിങ്ങളുടെ ചിന്തകളെല്ലാം അതുപോലെ വെടുപ്പായിരിക്കണം. പിന്നെ ഇവിടെ നിങ്ങൾ ഒരു ഷോ, ഈ താഴെ ഇരിക്കുന്ന ജനങ്ങൾക്കും വിശ്വാസികൾക്കും ഒരു ഷോ നടത്താൻ വേണ്ടി വരുന്നതല്ല, മറിച്ച് പൂർണ്ണ അർപ്പണ ബോധത്തോടുകൂടി തന്നെ വേണം. എന്നെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ, ഈ കുർബാനയെ നിങ്ങൾ സേവിക്കുമ്പോൾ, നിങ്ങൾ സേവിക്കുന്നത് ദൈവത്തെയാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെയും നിങ്ങളുടെ ഈ അർപ്പണത്തിലൂടെയും ദൈവത്തെ തിരിച്ചറിയാനുള്ള അവസരമാണ് നമ്മൾ എല്ലാ വിശ്വാസികൾക്കും കൊടുക്കേണ്ടത് എന്ന പാഠമാണ് ഞങ്ങളെല്ലാവരെയും അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്ത് അറിവില്ലായ്മ തോന്നിയാലോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലോ, ആരാധന മധ്യേ അച്ഛൻ ഞങ്ങളെ തിരുത്താണ്ടോ ശാസിക്കാണ്ടോ മറച്ചു നിർത്തി എപ്പോഴും അത് പാണ്ഡതക്ഷയാണെങ്കിലും ശരി, കൂതാശക്രമമാണെങ്കിലും ശരി, കുർബാനക്രമമാണെങ്കിലും ശരി, അത് തുറന്ന് അത് എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു എന്നൊന്ന് ഞങ്ങൾ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ. ആൻഡ് വി ആർ ബെറ്റർ ഓഫ് ഫോർ ഇറ്റ്. ഞങ്ങൾക്ക് ഈ ശുശ്രൂഷക്കാർക്ക് അങ്ങനെ ഫോർമലായിട്ട് ട്രെയിനിങ്ങും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഓരോരോ വൈദികർ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് ഞങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഓരോന്നും പഠിക്കുന്നതും ഈ ആരാധനയോടും ഈ സഭയോടുമുള്ള ഞങ്ങളുടെ കൂറ് വർദ്ധിക്കുന്നതും. അത് എല്ലാ രീതിയിലും അച്ഛൻ
നേതൃത്വം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. And we are all better off for it. And we thank you very much for that. പിന്നെ എപ്പോൾ ഈ എന്തെങ്കിലും ഡിസഗ്രീമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയും അച്ഛൻ്റെ മനസ്സിലുള്ള ഒരു രീതിയും തമ്മിൽ എന്തെങ്കിലും ഒരു അന്തരം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുർബാന തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പോ അച്ഛൻ ഞങ്ങളെല്ലാവരെയും വിളിച്ച് നിർത്തി സ്നേഹത്തോടു കൂടി തന്നെ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും നിങ്ങളുടെ റോൾ ഇതാണ്, ഇത് നിങ്ങൾ വെടിപ്പായി ചെയ്യണം എന്നുള്ള ഉപദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങളെപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. 12 വർഷം എന്ന് പറയുമ്പോൾ 52 ആഴ്ചയോളം വരും ഒരു വർഷം. അതായത് 52 ഞായറാഴ്ച, അതിനിടയ്ക്കുള്ള കുർബാനകളും അതിനിടയ്ക്കുള്ള ശുശ്രൂഷകളും. അപ്പോൾ ഞങ്ങളെല്ലാവരും എത്രമാത്രം അച്ഛനോടൊപ്പം നിന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോരോ ശുശ്രൂഷയിൽ നിന്നും ഞങ്ങൾ അച്ഛനെ കണ്ടും അച്ഛൻ്റെ പ്രവൃത്തി മനസ്സിലാക്കിയും അച്ഛൻ്റെ കൂടെ ശുശ്രൂഷിച്ച് ഞങ്ങൾ പലതും പഠിച്ചെടുക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഓർത്തുകൊണ്ട് ഇപ്പോൾ ഐ എം വെരി ഹാപ്പി ഹാർട്ട്. പിന്നെ വ്യക്തിപരമായി ഞാനും അച്ഛനുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഇറ്റ്സ് ഔട്ട്സൈഡ് ഓഫ് ദിസ് ചർച്ച് ആസ് വെൽ. I've never had an older brother. എനിക്കൊരിക്കലും ഒരു ജ്യേഷ്ഠൻ, ഞാനിപ്പോഴും ജ്യേഷ്ഠനായിട്ടേ ഉള്ളൂ, എനിക്കൊരു ജ്യേഷ്ഠൻ ഉണ്ടായിട്ടില്ല. 12 വർഷത്തോളം അച്ഛനുള്ളിടത്തോളം കാലം എനിക്കൊരു ജ്യേഷ്ഠൻ തന്നെയായിരുന്നു എല്ലാ രീതിയിലും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സാധാരണ നമുക്ക് എത്രയൊക്കെയാണെങ്കിലും അച്ഛനെ കയറി അളിയാന്ന് ഞാൻ വിളിച്ചില്ല കേട്ടോ, അച്ഛനെ അച്ഛാന്ന് ഞാൻ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ അച്ഛൻ്റെ ഒരു രീതി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ പള്ളിയിൽ നിന്നിറങ്ങി സാധാരണ മനുഷ്യരുടെ ഇടയിൽ നടക്കുമ്പോൾ കറുത്ത കുപ്പായം എല്ലാം അച്ഛൻ ഊരി മാറ്റി സാധാരണ വേഷം നമ്മൾ ഒരു സാധാരണക്കാരനായിട്ട് ഇടപെടേണ്ട ആവശ്യമേ അച്ഛനുള്ളൂ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്. ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സ്നേഹബന്ധം വെച്ചിട്ട് അച്ഛനും അത്രയും ഫ്രീ ആയിട്ട് തന്നെ എന്നോട് ഇടപെടാറുണ്ടെങ്കിൽ തന്നെയും ഒരു സമയത്തും ഒരു കാലത്തും ഒരു നിമിഷം പോലും അദ്ദേഹം ഞാൻ ഒരു വൈദികനാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാണ്ട് ഒരു സന്ദർഭത്തിലും അദ്ദേഹം പെരുമാറിയിട്ടില്ല. ഞാൻ എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞു, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറിൻ്റെ ലേശാസ് കൊണ്ട് ചൂടനാവും, പെട്ടെന്ന് ചൂടാവുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക്. കുറേയൊക്കെ ഞാനത് ശാന്തമാവാനും കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ട് തന്നെയാണ്. പിന്നെ രണ്ടാമത് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമ വളരെ കുറവാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് ഞാനൊരിക്കൽ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അശ്രദ്ധനായിരുന്നു ഞാൻ. അച്ഛൻ എന്നെ തുടക്കത്തിൽ തന്നെ പ്രഭാത നമസ്കാരത്തിന് ഞാൻ തുയോബയ്ക്ക് അച്ഛൻ കയറി മുൻപായി കയറുമ്പോൾ നീ അല്ല എന്ന് അച്ഛൻ പറഞ്ഞു, എന്തോ നിന്നെ ബോധർ ചെയ്യുന്നുണ്ട്, പക്ഷെ കുർബാന കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം അറിഞ്ഞിട്ടേ പോകാമെന്ന് പറഞ്ഞു. ഇത് അച്ഛൻ നോട്ടീസ് ചെയ്ത ഒരു ടെൻഷനകത്ത് ഞാൻ ഇദ്ദേഹത്തിനോട് എന്ത് പറയുന്നുള്ള പപ്രാളത്തിൽ എൻ്റെ അന്ന് കുർബാനയും കണക്കായിരുന്നു, കാര്യമായിട്ടൊന്നും ശ്രദ്ധയൊന്നുണ്ടായിരുന്നൊന്നുമില്ല. പ്രതിവാക്കി എങ്ങനെയൊക്കെ ഒപ്പിച്ചു, താളമൊന്നും തെറ്റാണ്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചു. അവസാനം കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ജോലിയിലൊരു ഞാൻ ഉദ്ദേശിച്ചൊരു തസ്തിക എനിക്ക് കിട്ടിയില്ല, അത് അർഹിക്കാത്തൊരുത്തിന് പോയി, അതിൻ്റെ ദേഷ്യം എനിക്കുണ്ട് എന്നുള്ള രീതിക്കൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ സ്വാഭാവികമായിട്ട് സാരമില്ല മോനെ അടുത്ത തവണ നമുക്ക് നോക്കാമെന്നുള്ള രീതിക്ക് വല്ലതും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അവിടെ എന്ന് പറഞ്ഞ് ഇതിന് ആത്മീയമായ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് സഹോദരൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആത്മീയമായ എന്ത് പ്രിസ്ക്രിപ്ഷനാണ് എൻ്റെ പ്രശ്നത്തിൽ ഇപ്പോൾ ഉള്ളത്? അച്ഛൻ പറഞ്ഞു, നീ പോയിട്ട് ജനസിസ് 37 മുതൽ 50 വരെ വായിക്കാൻ പറഞ്ഞു, മനസ്സിരുത്തി 2-3 തവണ വായിച്ചിട്ട് വരാൻ പറഞ്ഞു. ജനസിസ് 37 ഏകദേശം എനിക്കൊരു ഇതുകൊണ്ട് പഴയ നിയമത്തിലെ യൗസേഫിൻ്റെ കഥയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് നീ ഞാനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അമ്മായും പിള്ളേരൊക്കെ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഞാൻ പോയി വായിച്ചു. യൗസേഫ് സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ നിന്ന് പലതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങളും കഴിഞ്ഞ് അദ്ദേഹം ഈജിപ്തിൻ്റെ മേധാവിയായി എന്നുള്ളതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് ഞാൻ വായിച്ചിട്ട് എനിക്ക് തന്നെ കിട്ടാനെന്ന് ചോദിച്ചു. യൗസേഫ് നന്നായി, അതങ്ങ് അദ്ദേഹത്തിന് കൊള്ളാം, ഇതുകൊണ്ട് എനിക്കെന്ന് കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം അച്ഛൻ പറഞ്ഞു, എടാ നീ മനസ്സിലാക്കാത്തൊരു സംഭവമുണ്ട്, ജീവിതത്തിൽ ചെറുതും നീ പല കിനാവുകളും നീ കാണും, അതെല്ലാം ന്യായമുള്ളതാണ്, അത് നിനക്കുള്ളതാണ്, നിന്റെ തലയിൽ ദൈവമായിട്ട് തരുന്ന സ്വപ്നം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ അതിൻ്റെ സഫലതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ദൈവത്തിൻ്റെതായ രീതിയിൽ പല സന്ദർഭങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നിന്നെ പരീക്ഷിക്കും. യഥാർത്ഥ ഈശ്വര വിശ്വാസത്തിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി പരിശുദ്ധ റൂഹ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ റൂഹായുടെ നിന്റെ ജീവിതത്തെ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റേ ദ കോഴ്സ്, ലിവ് ദ ജേർണി ഇൻ ഗ്രാറ്റിറ്റ്യൂഡ്. നിനക്ക് വേണ്ടത്, നിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിന്നെ തേടി നിന്റെ പിന്നാലെ തന്നെ വരും എന്നോട് പറഞ്ഞു. ടു ദിസ് ഡേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചിട്ടുള്ള വാക്കുകൾ ഇതാണ്. ഞാൻ ജീവിക്കുന്ന എൻ്റെ രീതികളും എൻ്റെ മനസ്സിൽ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ തടസ്സങ്ങൾ ഞാൻ നേരിട്ട് കഴിഞ്ഞാലും ഈ ഒരു മോട്ടിവേഷനിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. പല വൈദികരും ഇവിടെ വന്നു,
പല വൈദികരെയും ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് ദം. പക്ഷേ ഞങ്ങളുടെ കൂടെ ഇത്രയും കാലം ഇത്രയും അടുത്ത് പെരുമാറി ഇത്രയും കൂടുതൽ ഞങ്ങളെ സ്പർശിച്ച ഇത്രയും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരനായ എബിയച്ചനോട് ദിസ് ഈസ് നോട്ട് ഗുഡ് ബൈ, ബട്ട് ദിസ് ഈസ് സീ യു ലേറ്റർ. അച്ഛൻ ഇനിയും വരണം. അച്ഛൻ ഇനിയും ഞങ്ങളോടൊപ്പം തന്നെ ശുശ്രൂഷിക്കണം. അച്ഛനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇനിയും ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പോകുന്ന പുതിയ പള്ളിയിലും എല്ലായിടത്തും ദൈവം അച്ഛനെ നയിക്കട്ടെ. അവിടുത്തെ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം, ഞങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയ അവസരങ്ങൾ, ഞങ്ങൾക്ക് ആരാധനയും ഞങ്ങൾക്ക് ഇവിടുത്തെ കൂദാശകളും എല്ലാം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ അവിടുത്തെ ശുശ്രൂഷകർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അച്ഛനോടുള്ള എല്ലാവരെയും പ്രതിനിധീകരിച്ച് അച്ഛനോടുള്ള പൂർണ്ണമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Joven, for your nice words. Now that our Sunday school head, Mrs. Leela Mandi, couldn't make it today, Miss Joy Meena will be sparing some few words. She is our Sunday school assistant headmistress, as well as she is our Sunday school regional coordinator for Region 5. Welcome, Meena. Thank you. Thank you, Baiju. Dr. Abiyachan, Manuachan, Josachan, everyone who are sitting here, and those who are watching me online, good afternoon. I'm so honored to be standing here and representing the Sunday School Headmistress, Dr. Leelama, all the teachers, students, and parents, to express gratitude for Abiyachan's amazing support for all the Sunday School activities, both spiritually and morally. Over this last 10 years, our Sunday School grew so much. At least few of you would definitely remember how we were conducting classes, Sunday classes at our Kenmore location. Around 15 to 20 kids, 3 or 4 teachers. That's how we were. From there, we grew so much to today's stage. We have around 60-65 students, around 22 teachers teaching in different classes. And I'm thanking God and happy to tell you, in those 22 teachers, 10 of them are youth teachers. Who are youth teachers? They were our Sunday school kids who, when they completed their Sunday school education, they came back to teach. I'm so happy and I'm so proud of them. Our Sunday school follows the curriculum, the syllabus, and the calendar, the Sunday school diocese Sunday school board set. Those who are not aware, we have an excellent team of Sunday school team board working under the leadership of our Tirumeni, His Grace More Titus Eldo, and the absolute aim of them is just to transfer the faith to the youth, to the next generation. Our biggest challenge for Sunday school was during the pandemic, during the lockdown. We had to shut down the classes and then we had to stop everything. With months of prayers, with the grace of God, and from the direction from the Sunday school board, from the diocese, we were able to relaunch our Sunday school online. And till date, from July 2020 till today, we have our Sunday school virtually every Sunday, and it is happening so wonderfully. Acha, thank you so much for your trust in the Sunday school team, and thank you for your prayerful support. As like in every organization, Sunday school also had to face conflicts and challenges, both from inside and from outside. So, എല്ലാവർക്കും അറിയാം, ആരെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഇതുപോലുള്ള പ്രോബ്ലംസ്, കോൺഫ്ലിക്ട്സ് ഒക്കെ പോകുമ്പം അച്ഛന് ഈ വൺ സൈസ് ഫിറ്റ്സ് ഓൾ കൈൻഡ് ഓഫ് ഒരു ആൻസർ ഉണ്ട്. എല്ലാം ശരിയാവും, സമാധാനമായിട്ടിരിക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഒത്തിരി പേര് കേട്ടിട്ടുണ്ട് ഇവിടെ. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും. പ്രശ്നങ്ങൾ ഇച്ചിരിയോടെ വഷളാവുമ്പം ഈ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എടുക്കാത്തപ്പോൾ അച്ഛൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അച്ഛൻ പറയും, ദൈവത്തിൻ്റെ പുത്രൻ
ലോകം കൊടുത്തത് കുരിശാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ മതിയാവും. അപ്പം ഞാൻ വിചാരിക്കും എനിക്കിതൊന്നും പോരാ, വളരെ കുറഞ്ഞു പോയി, ഇതിനകത്തേക്കാളൊക്കെ കുറച്ചുകൂടെ കിട്ടണമായിരുന്നു എന്ന് വിചാരിക്കും. Jokes apart, the bottom line is, Ebiachan clearly knew how to dissolve and de-escalate conflicts. He will never make it big. അച്ഛൻ വളരെ സ്നേഹത്തോടെ പറയുന്നത് സെയിം ആൻസർ ആണെങ്കിലും പേഷ്യൻസോടെ അച്ഛൻ will do it. I have never seen him angry in public. I've seen him stressed out, I've seen him frustrated, but I've never seen him angry. And during our church construction, during the fundraising, we have had many challenges. And I have never seen him cursing anyone. I have never hearing ശാപവാക്കുകൾ പറയുക, വെല്ലുവിളിക്കുക, challenging type of talk. I've never seen it. Acha, thank you so much for your patience. Immense patience. പ്രാർത്ഥനയിൽ മൂർച്ച കൂട്ടിയ ക്ഷമയെന്ന ആയുധം ആയിരുന്നു എബി അച്ഛൻ്റെ നമ്മളെ യുണൈറ്റ് ചെയ്യാനായിട്ട് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ കഴിവ്. അമ്മായി, I would also like to say thank you. Amai was a Sunday school teacher for around 3 to 4 years. Thank you very much for all your support. Saumyamai palliyilekku vannappo we have seen not a usual kind of behavior. Amai character is different aayittu valare positive aayi fun loving aayittulla oru ammayi aayirunnu Saumyamai. I'm sure everybody would agree. Illa alle Amai, thank you so much. We had so much fun together. Singing, dancing, taking photographs. And Achan kekanda, Amai, we are going to miss you more than we miss Achan. Johan started teaching Sunday school this year. He completed his 10th grade and he actually started teaching. He is also an altar boy. Elhan is in Sunday school class 5. Johan and Elhan, you have truly blessed parents. Take care of them, love them, respect them, be with them for what they're doing. ഈ പിരിഞ്ഞു പിളർന്നു വളർന്നു ഒക്കെ ഒരു പൊളിറ്റിക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് I want to say it this way. 2003 to 2011, before Achan came, around 8 years, വളരെ ഹൃദയവേദനയോടെയാണെങ്കിലും സെൻറ്റ് മേരീസ് ഇടവക ഒരു 4 സഹോദര ഇടവകകൾക്ക് ജന്മം കൊടുത്തു 8 വർഷത്തിനിടയ്ക്ക്. അച്ഛൻ 2011 വന്ന് 2022 ജാനുവരി 30 വരെ ഓൾമോസ്റ്റ് 11 ഇയേഴ്സ്. അതിനു മുമ്പുണ്ടായ മെമ്പർഷിപ്പിൻ്റെ ഇരട്ടിയോ അതിലധികമോ ആയിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും ഗിവറി സഹോദരിയുടെയും പ്രാർത്ഥനകളോടുകൂടെ ചേർന്ന് സഭയുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നമ്മളെല്ലാവരും ഒറ്റ മനസ്സായിട്ട് സോഫാർ ദൈവത്തെ ആരാധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അച്ഛാ, താങ്ക് യു സോ മച്ച് ഫോർ keeping us united. Thank you for your patience. Now that it's time for us to say, I don't want to say bye like Jobin said, see you again. It's time to bid farewell to Achan. അച്ഛൻ കടന്നു പോകുന്ന എല്ലാ ഇടവകകളിലും സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും അച്ഛനും അച്ഛൻ്റെ ഫാമിലിക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടുതൽ ഞാൻ ഒന്നും ഇപ്പം പറയാനില്ല. അച്ഛൻ, see you again. I also would like to take the same time on behalf of the Sunday school to welcome Manu Achan and Joseph Achan to our church. May the Almighty God give you the wisdom, the strength and the knowledge to lead and take St. Mary's to the next level. Welcome, Acha. Now at St. Mary's, we are all grieving. We are all grieving because we are all grieving Achan's transfer. We are all grieving because Ebi Achan was with us almost 10 years. He was like a family member. And this transfer came at very least expected time. That's why we are grieving. And I know many of you know there are 5 different stages for grieving. If you have no idea, just Google it. It has 5 stages: denial, anger,
bargaining, depression, and acceptance. So if you look at all these stages, look at ourselves, look at other people, so you will understand why everybody is behaving the way they are behaving. We all have reasons to behave the way we are living. പക്ഷേ മാറ്റം കാലത്തിൻ്റെ ആവശ്യമാണ്. It changes. Change happens all the time. Nothing stays still in the world. But these changes creates anxiety in us. ഇന്ന് മനു അച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ ഓർമ്മിച്ച പോലെ ഭയം സാത്താൻ്റേതാണ്, പൈശാചികമാണ്. Satan constantly reminds us what we do not have, what we have no access to. And he also teaches us to blame others. So just beware of the satanic thoughts. Satanic thoughts ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഗാർഡൻ ഓഫ് ഈഡൻ, this is the same technique he used to make them sin, to sin, to create disputes and create disagreements in the world. But we have to overcome this. At the end of the day, we have to overcome. We will move, we have to move on. പക്ഷേ to conquer the fear and anxiety, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ പോകുന്നത് ആസ് എ ഫാമിലി ഓഫ് സെൻറ്റ് മേരീസ്, നമുക്ക് എബി അച്ഛൻ്റെ വാക്കുകളിലേക്ക് തിരിച്ചു പോകാം. സമാധാനമായിട്ടിരിക്കൂ, എല്ലാം ശരിയാവും, നമുക്ക് പ്രാർത്ഥിക്കാം. God bless St. Mary's. Thank you. Thank you, Mina. Well said. Now I invite you, Saragutti Auntie. Today, Molly Auntie and Sheba cannot make it today. I am very much appreciated. Mathai Uncle and Auntie came today. Auntie, can you please come? And even this bad weather, even we don't want to get out from our home. So thank you very much, Uncle and Auntie. Auntie will say few words representing our Martha Maria Sabhajam. Auntie, thank you very much. I'm no big speaker, or I don't have that talent. Respected Achan, Ebi Achan, and the new Achans, and parish members. When Baiju asked me to say a few words about Achan, on behalf of the Martha Maria Samajam, I wondered why he asked me. I thought maybe it is because I'm one of the senior most Martha Maria Samajam member. That's how I got this chance anyway. Since Ebiachan came to our church and took over the vicarship, his interest was towards the Martha Maria Samajam, to our spiritual matters of all the Martha Maria Samajam, to improve our spiritual matters. He gave us great advices how to be a good Christian, and lead the prayers. I personally liked the way he conducted the spiritual matters, his prayer, and mainly the meditation. I never had that kind of experience before, and personally it really helped me with that. He is a sincere worker with all the problem solving. He just
ask him, like Meena said, he will help you with, and you will be comforted. His beautiful services every Sunday, and informative speeches. It itself helped us every to. It was a blessed event to our church. What else can I say? Amai, just 1 second for Amai. I would like to say that how she was helping with her dedication and support to Ebiachan. Especially over the COVID time, rain or shine, snow or not, COVID or not, she's here with Achan to help. And with the choir, she was leading the choir. And someday the choir was only one-person choir. We really appreciate all your effort, and thank you for all that. And Achan was able to arrange for Martha Mariam Samajam visiting. We were able to visit our neighboring church. That's the Midland Church. We were able to go there and worship also. And I understand he's good in arranging conferences. Acha, on behalf of the Malayali Martha Mariam Samajam, we like to thank you for all you have done for us. Happy that you found or you are going to another church, and all the best in there, in the new church. On behalf of the Martha Mariam Samajam, we wish you the very best that life can offer. God bless you and your family. We'll miss you. Our prayers are with you. Likewise, I'm sure that you will miss our church, St. Mary's. And so, keep us in your prayers. God bless and make you a blessing. Thank you, Acha. Thank you very much. Thank you, Auntie. Sorry. Thank you, Vince, for bringing Uncle and Auntie today. And now that our youth representative, Kevin Joy, will spare some words. Thank you. Good afternoon, everyone. Respected Manu Achan, respected Joseph Achan, and respected Ebi Achan. And Baijot, I thank you for giving me this opportunity to speak on behalf of the youth here at St. Mary's. I tried to write something down, but how do you condense 10 years of friendship, 10 years of love, 10 years of growth into a few words? So bear with me. This is coming off the top of my head, and I'll try to elaborate and speak as best I can. I'm someone who grew up in this church from the age of 5 years old. As a youth member, I saw what our church went through. I saw where it came from. I saw how it grew. And I saw all the challenges that the adults faced and also the youth faced personally, firsthand. As an altar server, I've been serving on this altar since I was probably 10 years old. And as me and Andy said, those 8 years where we had those changes, I had a first-hand seat, front row seat, to see those changes up-hand, personally and up close. I was 18 years old when Ebi Achan joined St. Mary's,
And I still remember, as Jobin said, we met him at Appachan's house, and he introduced us to us. And I was writing my final exams after first year university. One of the first things we did afterwards, I remember, is Achin was new, so we took him to see Niagara Falls, because he had never been there and he wanted to see it. And in that time, in that car ride, I got to learn not just what a priest was in a formal sense, because up until then I saw a priest every Sunday doing Qurbana, all the Susrushas, everything. But I got to see who a person, or the priest is as a person. And that's what I want to convey from my side, from the youth perspective, of not only who Abiyachan is as a priest, but who he is as a person. When I was named to be the youth rep for our region, Abiyachan would come to me and I would ask Abiyachan what we could do, and Abiyachan always lent his support. He wants to see the youth grow. He wants us to grow in this church, grow in this community, and to always be active. He always lent his support. And even in many car conversations or even over the phone, he was the one always encouraging the youth to grow. What can we do for the youth? How can we make this grow? How do I take what I did in India, because he had a very strong youth presence in India, and how can we mold that or bring that here to Canada? He always had that drive. How do we make this youth grow? And no matter what happened, no matter what challenges we faced, if I ever had any ideas, if anyone else in the youth had any ideas or challenges, we could always rely on Abiyachan to give us a clear and firm answer or deliver excellent guidance. And that's something we will dearly miss because, as I said, it's not just about the priesthood, it's also about who he is as a person. He was more brotherly. He was very brotherly to all of us. Some of our best laughs and moments come from spending it with Abiyachan and also with Ammai. Sometimes in Orangeville when they would welcome us into their house, into our households as well. Some of our fondest moments some of our best laughs come from those moments that we spent together. And we will dearly, dearly miss having Abiyachan in our lives on a day-to-day basis. And as everyone said, this is not a goodbye, this is a see you next time or see you again. And these are all moments we will cherish. And as me and Andy also mentioned, not only did the Sunday school grow under Achin's leadership, but also the youth grew as well. And we tried to organize events around that. Achin gave us ideas. He was always supportive and listened to our ideas. And these are things we will always dearly miss and dearly cherish. So thank you, Abiyachan, from the bottom of my heart. Thank you for all your guidance, your love, your support, your prayers, and your blessings. And on behalf of the youth of St. Mary's, thank you very much. To Manu Achin and Joseph Achin, we look forward to serving under you and to growing our youth even further and being more involved under your leadership. And also just a note from the altar boys, also Manu Achin and Joseph Achin, we look forward to serving under you and learning more from you together as a collective group. Thank you, everybody. Thank you, Kevin. Now that we would like to give Abiyachan our love, we have made a plaque. Our Vice President, Thomas, and I invite our founder member, Mathai Uncle, and our baby Chetan to be present here. As they come here, I take this opportunity to also thank all the St. Mary's families who supported the church, both spiritually, financially, especially during this COVID-19. Finally, I thank you, our altar assistants, choir members, Martha Mariam Samaja, and youth members. I also would like to thank you, the committee members, Vice President Thomas, Eldos Jos. Unfortunately, he couldn't make it today. William Molakatu, Thomas Kurian, and Nancy Peter. Without their support, I couldn't have done this farewell, this meeting. Thank you, everyone. Achan, after receiving the memento, Achan will talk to all of us. I would like to invite Ammai and Johan and Elhan for this time. Thank you.
I would like to give a thank you card to Achan. Mathayangal, please. Now that I will give the mic to Achan. എന്നോട് എന്തെങ്കിലും പറയണമെന്ന് അച്ഛൻ പറഞ്ഞ് ഓക്കെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ഒന്നും കൊടുത്തില്ല ആദ്യം. പക്ഷേ എനിക്ക് കൂടുതലായിട്ടും സംസാരിക്കാനില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ജൂലിയസ് സീസറിൽ മാർക്ക് ആൻ്റണി ഒരു വാചകം പറയുന്നുണ്ട്, ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലീവ്സ് ആഫ്റ്റർ ഹിം ബട്ട് ദ ഗുഡ് ഈസ് ഓഫൺ ബറീഡ് വിത്ത് ഹിം. അതങ്ങനെയല്ലാതെ ആയിരിക്കും അച്ഛനെ പറ്റി പറയുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അച്ഛൻ്റെ ഭക്തി നിർഭരവും ശബ്ദസുന്ദരവുമായ കുർബാന 3 കാര്യങ്ങളാണ് ഒരു വൈദികരിൽ നിന്ന് ഒരു ഇടവക ആവശ്യപ്പെടുന്നത്. നല്ല കുർബാന, ഒരു പുതുമകളെ പരാമർശിക്കുന്ന പ്രസംഗം, 3ാമത്തെ കാര്യം ഇടവകങ്ങളോട് ഉള്ള ബിഹേവിയർ പാറ്റേൺ. ഇത് 3ഉം സൂപ്പർ മോസ്റ്റായിട്ട് അച്ഛൻ 11 വർഷത്തോളം കൊണ്ടു നടന്നു. അമ്മയെ പറ്റി എല്ലാവരും പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, എല്ലാ മഹാന്മാരുടെ പുറകിൽ ഒരു മഹിതയുണ്ടെന്ന്. അത് അമ്മായി അച്ഛനെ സംബന്ധിച്ച് പെർഫെക്റ്റാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു തമാശയാണ്. എൻ്റെ വീട് വെട്ടിക്കല്ല, മുളന്തിരുത്തി. ഞങ്ങളുടെ ഒരു പറച്ചിലുണ്ട്, എല്ലാവരെയും കൂട്ടുമ്പോഴേ തമ്മി ഭേദം തൊമ്മനാന്ന്. അങ്ങനെ ഞാൻ അച്ഛനെ പറ്റി പറയാറില്ല എല്ലാവരോടും. അപ്പോൾ ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലണ്ടൻ പള്ളി അത് അച്ഛൻ നട്ടു നനച്ചു വളർത്തി എടുത്തു. ഇനി അതിൻ്റെ ഫ്രൂട്ട് എൻജോയ് ചെയ്യാൻ അച്ഛൻ പോവുക. ഓക്കെ, വിത്ത് may God bless you all your future endeavors for your future side and your family side. Thank you, Achan. Bye. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഒരാളെ കൂടി ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇറ്റ്സ് മൈ പ്രിവിലേജ്. പ്രിയപ്പെട്ട ബേബി അങ്കിളിനെ കൂടി ഇങ്ങോട്ട് വിളിക്കും. നമ്മുടെ ഭദ്രാസന കൗൺസിൽ മെമ്പറായിരുന്നു, ദേവാലയത്തിലെ ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരാൾ. നമ്മുടെ എന്നാ പറയാം, മാഗ്ന കാർട്ട അംബേദ്കർ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന അങ്ങളിനെ കൂടി ഇങ്ങോട്ട് വിളിക്കുന്നു, പ്ലീസ്. ഈ സമയത്ത് ഗുഡ് ബൈ പറയാനായിട്ട് പ്രയാസമുണ്ട്. ഇതിനു മുമ്പും പല അച്ഛന്മാരും പോയ സമയത്ത് കരഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിന്ന് കരയണ്ടെന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ അപ്പം അതുകൊണ്ട് കരയാതെ നോക്കാം. എനിവേ, my first introduction to ABHN was when I first received his biodata many years ago. So when I looked at the biodata myself, you know, I see this young Achan with a lot of qualifications that the church was looking for. So I was really impressed, actually. So then I showed it to all the search committee members, and you know, Mathai Chartan, Raju and Marina, they were in the search committee. So I showed it to them, and they were all very happy to his biodata. And I shared with the committee also, so they were all very happy, actually. So he became the top 3 in our search for a new priest, actually. So without going into too much details, what was God's plan happened to be that he should become the vicar of this church, and he did. Baiju initiated the process of getting his immigration. So I worked with him, actually. So and we finally got him here, and I was glad that we did.
at this time. I never thought that it would be so long that he will be here, but it ended up that it was one of the best things that happened to St. Mary's Church, actually. So, and we are very glad, and we want to thank you, Achan, for continuing that good service to St. Mary's Church, actually. We thank you for that. It was the first private chat that I had with Achan after he becomes a vicar here. So I told him that, look, we, St. Mary's, struggled a lot in the past, and we are looking for somebody to give good leadership. We're looking for somebody who gives unity to the church. We're looking for somebody who can create a good liaison between the church and the diocese and keep everybody happy and grow the church. So he understood the challenge the first day I chatted with him. He got that challenge and he understood that very well. I know St. Mary's grew quite well under his leadership, and we had a good rapport with all the people. We had a good unity going throughout his time here. And I'm very happy for that. And I really appreciate him for his efforts in that direction, actually. So, St. Mary's is always good to the priests who are good to St. Mary's Church. And I always stress to him that the church is all about the people. It's not the four walls. It's not the doctrines. It's all about the people. And you are here to serve the people. And if you can't serve the people, then what's the purpose? And that's what Jesus taught everybody. So, and he did a good job out of that. Thank you, Achan. During the building process, everybody knows that it was a very complex and long process, very complicated process as well. There was a number of opinions and there was a number of differences among people when we had to go through that. And Achan did a very skillful job of navigating through those. He was very helpful to Roy and myself in the building process, along with the committee and along with the building committee. And I appreciate him for all the negotiating skills that he used to navigate through that process. And we were very successful in selling our previous church, and we were very successful in moving into this new church. And a lot of people are really, really happy that we are here finally. But a lot of people, a lot of rumblings were there in that process, actually. So it was a very stressful time for a lot of people. But we managed through that, and we are here finally thanks to Achan's skills. Thank you, Achan, for that. Also involved with Achan when we are, trying to improve our bylaws for the church. And we worked long and hard, and we had differences in our opinions. Again, Achan used his negotiating skills to work through the process, and we have completed that process. And we have finalized our bylaws by the building committee. And, thank you, Achan, for that also. When I was part of the Archdiocesan Council, I convinced them to do the first ever council meeting in Canada. And the church and Achan did a tremendous help in making that a successful first Archdiocesan Council meeting at St. Mary's and in Canada. Thank you, Achan, for that. Personally, he was involved in 3 of the weddings in the family and 3 baptisms as well. So I was glad. A number of the families within the church got counseling, and he helped him very much
to overcome some of the difficulties that either through family issues, through the pandemic, or some other issues. So she was very helpful in that aspect, actually. So what else can you ask the Achan, when he becomes a vicar? Not much more, not much more. We had the growth, we got into a new church, and people are happy, and that's what takes a church forward. And I also want to welcome, Manu Achan and Joseph Achan, Manu Achan as vicar, and Joseph Achan as well. And I'm hoping that, Manu Achan and Joseph Achan will certainly help to carry forward the torch that EBHN has light in the church, and will keep the unity and the peace for the church, and serve the people without any ego as well, because that's the worst thing anybody can have in the church. So I hope they also serve the church without any ego. And I want to thank all the people here for getting all the people together today. Unfortunately, the pandemic, did not allow everybody to be here. And, it's not a goodbye, but it is a thank you, basically, and we will see you again. Thank you, sir. It's okay. Thank you. Now that you have seen Eldos Kakarnachan and Jibinachan is here. Eldos Achan പ്രത്യേകിച്ച് വെൽക്കം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഫാമിലി മെമ്പറാണ്. അറ്റ് ദ സെയിം ടൈം ജി ബി അച്ഛനെ കുറിച്ചും അച്ഛൻ്റെ ആബ്സെൻസിൽ ജി ബി അച്ഛൻ നമ്മളെ എല്ലാ കാര്യത്തിലും അച്ഛനും ഒരു പള്ളിയുണ്ട് അവിടെ, അതുപോലെ ഒരു എക്സ്ട്രാ ചുമതല ഏറ്റെടുത്ത് നമ്മളെ സഹായിച്ചതിലും അച്ഛനോട് നന്ദി പറയുന്നു. വെൽക്കം ടു ജി ബി അച്ഛൻ ആൻഡ് എൽദോസ് കക്കാടനച്ഛൻ. താങ്ക് യു. ദൈവാതിരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷ 11 വർഷം പൂർത്തീകരിച്ച് ദൈവനിയോഗത്താൽ ഈ ദേവാലയത്തിൽ നിന്ന് തൽക്കാലത്തേക്കിനും വിടത്തപ്പെടുന്ന സഹോദരതുല്യം ആദരിച്ച് സ്നേഹിച്ച് എപ്പോഴും ഒരുമിച്ച് യാത്രയിലൊക്കെയും സുഹൃത്തുക്കൾ ഒരുമിച്ചായിരിക്കുന്ന ഏറ്റവും വന്ദനായിരിക്കുന്ന എബി അച്ഛൻ, ഈ ദേവാലയത്തിൻ്റെ പുതിയ സാന്നിധ്യത്തിലേക്ക് ദൈവനിയോഗത്താൽ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന വൈദിക സെമിനാറിൽ എൻ്റെ സീനിയർ വിദ്യാർത്ഥി കൂടിയായി ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മനു അച്ഛൻ, അസിസ്റ്റൻ്റ് വികാരിയായി നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ നവാഭിഷിക്തനായ ജോസിസ് അച്ഛൻ, പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ജ്ഞാനായ ഇടവകയുടെ അനുഗ്രഹീത വികാരി ജിബനച്ഛൻ, ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട മുൻ ഭദ്രാസന കൗൺസിൽ കൂടി കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ബൈച്ചേട്ടൻ, മറ്റ് ട്രസ്റ്റി എൽദോസ് അബുഅങ്കിൾ, മറ്റ് ഓഫീസ് ബേറേഴ്സ് ആയിരിക്കുന്ന മറ്റംഗങ്ങൾ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, വളരെ യാദൃശ്ചികമായിട്ട് ആണ്, പെട്ടെന്നാണ്, അല്ലെങ്കിൽ ഞാനും ജിബിഎസ് പെട്ടെന്ന് വിളിക്കുകയത്. നമുക്ക് അവിടെ നിന്ന് പോകാം, അച്ഛൻ്റെ സെൻഡ് ഓഫും പുതിയ അച്ഛന്മാരുടെ വെൽക്കമായിരിക്കുമ്പോൾ നമുക്കൊന്ന് ഓടിപ്പോയി അവരോട് ഒരുമിച്ച് ആ സന്തോഷത്തിലും ഈ അനുഗ്രഹീത വേളയിൽ ഒരല്പം പങ്കുവെച്ചിട്ട് വേഗം മടങ്ങി വരാമെന്ന് കരുതി ഞാൻ ജിബിനച്ഛനെ വിളിച്ചു. ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ അപ്പോൾ അച്ഛനെ ഞാൻ അടുത്ത കുർബാനയ്ക്ക് വേണ്ടി റെഡിയാവുന്ന സമയത്താണ് എന്നാൽ ഞാൻ റെഡിയാവും, അച്ഛൻ പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഞാൻ അവിടെ പോയി വേഗത്തിൽ. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വൈദിക സഹോദരങ്ങൾ ഒരുമിച്ചായിരിക്കുകയും സുഖദുഃഖങ്ങളിൽ പരസ്പര ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു സഹോദരൻ വലിയ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ വൈദിക ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. കാരണം 11 വർഷക്കാലം പ്രിയപ്പെട്ട എബിഎച്ചിലൂടെ ഞാൻ ഒന്നുകൂടെ ഇവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, കഴിഞ്ഞ ആഴ്ച അച്ഛൻ സെൻറ്റ് ജോൺസിലാണ് കുർബാന അർപ്പിച്ചത്. ഞാൻ അവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ന് ഞാൻ സെൻറ്റ് ജോർജിലും കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തിൽ അച്ഛൻ്റെ ഒരു യാത്ര മംഗളങ്ങൾ അവിടെ നേർന്നു. ഒരു വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്, അതായത് ചിതറിക്കിടന്നതായ ഒരു സമൂഹത്തെ ഒരുമയിലേക്ക് നയിക്കുവാൻ എഫേർട്ട് എടുത്തതായ അച്ഛൻ്റെ വലിയ സമർപ്പണം. ഞാൻ ഒരു 80-90% അച്ഛനെ വിജയം കണ്ടു എന്നുള്ളത്. ഞാനൊരു ക്ലാപ്പ് കൊടുത്ത അച്ഛനെ അതിന് ഈ സമയത്ത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. 11 വർഷക്കാലം ഇടവകയുടെ എല്ലാ സുഖദുഃഖങ്ങളിലും അച്ഛൻ ഒരുമിച്ച് നടന്നു. നഷ്ടപ്പെട്ടു പോകാവുന്നൊരു സാഹചര്യത്തിൽ അച്ഛൻ ഒരുമിച്ച് ചേർത്ത് ഒറ്റ മുത്തുമണി പോലെ, ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കി ബഹുമാനപ്പെട്ട എബി അച്ഛൻ നമ്മളെ നയിച്ചു.
വൈദികർക്ക് ഞാനിന്ന് സെൻറ്റ് ജോർജിൻ്റെ ഒരു കാര്യം അനൗൺസ് ചെയ്തത്, അച്ഛന്മാരുടെ പോസ്റ്റർ ഉറയ്ക്കുന്നത് ട്രാൻസ്ഫർ സമയത്താണ്. കാരണം ഈ ഫോർമർ വികാരി എന്നുള്ള പേര് ഒരിക്കലും മാറത്തില്ല. വികാരം എന്നുള്ള സ്ഥാനം എപ്പോഴും മാറും. കാരണം അത് ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നവരെന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഇങ്ങനെ തിരുമേനി നിയമിച്ചാക്കുന്നത്. അപ്പോൾ ഈ ഫോർമർ വികാരം എന്നുള്ള പേര് ഒരിക്കലും മാറത്തില്ല. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനം ഇവിടെ സെൻറ്റ് മേരീസ് സ്ഥാനം അച്ഛൻ്റെ പ്രൈസ് ഉറച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അച്ഛനെ നന്ദി വാക്കുകളാൽ, സന്തോഷമുള്ള വാക്കുകളാൽ, എനിക്കറിയാം 10-11 വർഷം സൂക്ഷിച്ചൊരു മതഭായ വിട്ടു പോകുമ്പോൾ ഒരു പുരോഹിതൻ്റെ മാനസിക സംഘർഷം എനിക്കറിയാം. ഞാനൊരു 2 മാസം സൂക്ഷിച്ചൊരു പള്ളിയിൽ നിന്ന് പോരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എനിക്കറിയാം. അപ്പോൾ 12 വർഷത്തോളം ശുശ്രൂഷിച്ചൊരു ബലിപീഠത്തുള്ള യാത്ര പറയുമ്പോൾ ഒരു പുരോഹിതൻ്റെ ആത്മനൊമ്പരം തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ആത്മനൊമ്പരം ഒരു സുഖമാണ്, ഒരു സന്തോഷമാണ്. തങ്ങളുടെ ഇടയത്വത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരു ഇടവയെ കരുതി മേയ്ക്കുവാൻ ദൈവം തരുന്ന അവസരത്തിൽ അത് എന്താണ് ചലഞ്ചിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ശുശ്രൂഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളി നിറഞ്ഞൊരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അച്ഛനത് ആ വെല്ലുവിളി ഏറ്റെടുത്തു. അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതം ഇവിടുത്തെ തൽക്കാലത്തെങ്കിലും പൂർത്തീകരിക്കപ്പെട്ടു. പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് അച്ഛൻ പരിശു നടപ്പെടുമ്പോൾ എല്ലാ ഭാവങ്ങളും ബഹുമാനപ്പെട്ട അച്ഛനെ നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം സെൻറ്റ് ജോർജ് ഇടവകയുടെയും സെൻറ്റ് ജോൺസ് ഇടവകയുടെയും മറ്റൊരു ദേവാലയം കൂടിയും ബലഹീനായ ചുമതല വഹിക്കുന്നുണ്ട്. നമ്മുടെ മോൺട്രിയൽ സെൻറ്റ് ഗ്രിഗോറിയസ് ദേവാലയത്തിൻ്റെ 3 ഇടവകളുടെ സ്നേഹാദരവുകൾ, നന്മ നിറഞ്ഞതായ മംഗളങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഊഷ്മളമായി നേരുന്നു. എല്ലാ സ്നേഹാദരവും അർപ്പിക്കുകയാണ്. ഒപ്പം 2 വൈദികർ പുതിയ സ്ഥാനത്തേക്ക് വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യുക എന്നുള്ളൊരു ആതിഥ്യ മര്യാദ കൂടി ഒരു കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും മനുവച്ചനെ ഞങ്ങൾക്ക് 2 പേർക്കും പരിചിതരാണ്. EBH എനിക്ക് ഞങ്ങളുടെ സീനിയർ സ്റ്റുഡൻ്റായിട്ട് വൈദിക സെമിനാരിയിൽ ബഹുമാനപ്പെട്ട മനുവച്ചൻ ആയിരിക്കുകയും ഞാൻ വൈദിക പട്ടത്വത്തിൻ്റെ ആദ്യപടിയായ കോറോയോ കേൾക്കുന്ന അന്നാണ് അച്ഛൻ പൂർണ്ണ ശമാശനായി എൻ്റെ ഇടവയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മനുഷ്യമാശൻ അന്ന് അദ്ദേഹം പൂർണ്ണ ശമാശ പദവിയിലേക്ക് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഭവനത്തിൽ ഇടുക്കിയിലുള്ളതായ അടിമാലിയുള്ളതായ 1000 ഏക്കറിൽ ഒരിക്കൽ അച്ഛൻ്റെ ഭവനത്തിൽ പോയി താമസിക്കുക, അച്ഛൻ്റെ മാതാവിൻ്റെ സ്നേഹാനിർഭരമായ ആ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അച്ഛൻ ഒരു പുതുമുഖമല്ല. കാനഡയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എഡ്മണ്ടനിലെ ദേവാലയങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് തിരുമേയുടെ കൽപ്പനയാൽ പുതിയ നിയോഗത്താൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന അച്ഛനെ ടൊറൻറ്റോയിലേക്ക് വെൽക്കം ചെയ്യുന്നതോടൊപ്പം വളരെ ആദരപൂർവ്വം നിങ്ങളുടെ സന്തോഷത്തിൽ സെൻറ്റ് മേരീസിൻ്റെ പുതിയ വികാരത്വത്തിലേക്ക് അച്ഛൻ നിയമിച്ചാക്കിയിൽ ഉള്ള സന്തോഷം പങ്കുവയ്ക്കുന്ന അച്ഛനെ സ്നേഹത്തോടെ നന്ദിയോടെ ഒക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും പുതിയ മിഷന് എല്ലാ ഭാവങ്ങളും ഹൃദയംഗമായി നേരുകയും ചെയ്യുന്നു. ജോസഫ് അച്ഛൻ പുതിയ തുടക്കമാണ്. എന്നാൽ ആ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ദേവാലയത്തിൻ്റെ ശുശ്രൂഷ അച്ഛനെ തിരുമേനി ഏൽപ്പിച്ചത് അനുഗ്രഹമാണ്. അച്ഛനെ പറ്റി ഭംഗി വാക്കുകളൊന്നും പറയുന്നില്ല. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ മാത്രം പറയും. ഞാൻ ഈ കഴിഞ്ഞ നാളിൽ അച്ഛൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ബാരി ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ചെറിയ മിഷൻ, അച്ഛൻ്റെ ഒരു വലിയ വിഷനാണ് അവിടെ ഞാനത് ദർശിച്ചത്. ഓർഫനായിട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് കളക്ഷൻ കൊടുക്കുവാനായിട്ട് അവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടതായ അച്ഛൻ നടത്തിയതായ ഒരു മൂവ്മെൻറ്റ്. തീർച്ചയായിട്ടും ഞാൻ അച്ഛനിലെ ഒരു ദൈവികത അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു പ്രീസ്റ്റ്ഹുഡ് മിനിസ്ട്രിയുടെ ഒരു വിഷൻ തീർച്ചയായിട്ടും അച്ഛനോട് ദർശിക്കുവാനിടയായി. തുടക്കത്തിൽ തന്നെ അപ്രകാരമുള്ളതായി വിഷൻസോടുകൂടി മുന്നോട്ട് പോകുന്ന കാനഡയിലെ മറ്റ് ദേവാലയങ്ങൾക്കും ഈ സുറിയാനി സഭയ്ക്കും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ശുശ്രൂഷ മംഗളകരമാകും. തീർച്ചയായിട്ടും ഇടവയിലേക്കുള്ളതായ അച്ഛൻ്റെ പുതിയ ശുശ്രൂഷയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ജീവനത്തോട് ചേർന്ന് എല്ലാ നന്മകളും ഈ സമയത്ത് നേർന്ന് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Acha. Now we'll have GB Achan have a few words. Thank you, Acha, for being here. Thank you. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഇടവകയുടെ ഭാരവാഹികൾ, മദ്ബഹായിലെ ശുശ്രൂഷകരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞാൻ രാവിലെ മുതലേ ഓൺലൈനിൽ ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ കണ്ടുകൊണ്ട് പാഴ്സനേജിൽ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, എനിക്ക് വണ്ടിയില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ നമുക്കൊന്ന് പോയാലോ, അച്ഛൻ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ റെഡിയാകാം, അച്ഛൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷത്തോടെ ഒരു ദൈവിക നിയോഗം പോലെ ഇന്നിവിടെ ആയിത്തീരുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തോട് നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട എബിയച്ചൻ 11 വർഷക്കാലം ഈ ദൈവാലയത്തിൽ അനുഗ്രഹകരമായിട്ട് ശുശ്രൂഷ അനുഷ്ഠിച്ച് ഇന്നിവിടെ നിന്നും
നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. എങ്കിലും ഈ ദൈവാലയത്തിൽ നിന്ന് മറ്റൊരു ദൈവാലയത്തിലേക്ക് മാറിപ്പോകുമ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ അച്ഛനെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തു. അച്ഛൻ്റെ ശുശ്രൂഷകൾ ഈ ദൈവാലയത്തിന് എത്രമാത്രം അനുഗ്രഹകരമായിരുന്നു എന്നുള്ളത് എന്നെക്കാളും നന്നായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് അച്ഛനുമായിട്ട് പരിചയമുള്ളൂ എങ്കിൽ പോലും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരു മനസ്സോടെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തെ ബഹുമാനപ്പെട്ട എബിഎച്ച്എനിൽ എപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ അഭാവത്തിലൊക്കെ ഈ ദൈവാലയത്തിൽ ശുശ്രൂഷ നടത്തുവാനായിട്ടൊക്കെയുള്ള ഭാഗ്യം കിട്ടിയപ്പോഴും അച്ഛനെ കാര്യങ്ങളൊക്കെ വളരെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചത് ഈ സമയത്ത് ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എബിഎച്ച്എനെ സംബന്ധിച്ചിടത്തോളം ഈ സെൻറ് മേരീസ് ഇടവകയിൽ അച്ഛൻ്റെ സേവനമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഒറ്റയ്ക്കായിരുന്നില്ല. ശരിക്കും അച്ഛൻ്റെ സേവനം അച്ഛൻ്റെ കുടുംബം മുഴുവനായിട്ടും ഈ ദൈവാലയത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴും കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അച്ഛൻ മദ്ബഹായിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛൻ്റെ ഇടതും വലതും അച്ഛൻ്റെ മക്കള് ശുശ്രൂഷകരായിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മായി കൊയറിൽ താഴെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമാണ് ഒരു കുടുംബമായിട്ട് ഒരു ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. എബിഎച്ച്എൻ്റെ ആ വലിയ സേവനങ്ങളും അച്ഛൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷകളും അതൊക്കെയും നമുക്ക് എന്നും അനുഗ്രഹകരമായിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ കടന്നു ചെല്ലുന്ന ദൈവാലയത്തിലും അത് അനുഗ്രഹകരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട എബിഎച്ച്എൻ അച്ഛൻ്റെ ആ സ്നേഹവും ഒക്കെ ഓർക്കുന്നു. തീർച്ചയായിട്ടും അതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നറിയാം. എങ്കിൽ പോലും തൊട്ടടുത്തുള്ള ഒരു ദൈവാലയത്തിൽ നിന്ന് മറ്റൊരു ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അകലം കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അനുജൻ എന്ന നിലയിൽ അച്ഛനോടുള്ള ആ സ്നേഹവും അച്ഛൻ കാണിച്ച സ്നേഹത്തിനും കരുതലിനും നന്മകൾക്കും ഒക്കെ ഈ സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ടൊറന്റോ സെന്റ് ഇഗ്നേഷ്യസ് ജ്ഞാനായ ഇടവകയുടെ നാമത്തിൽ ബഹുമാനപ്പെട്ട എബിഎച്ച്ന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അച്ഛനും അച്ഛൻ്റെ കുടുംബത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഈ സമയത്ത് ഏറ്റവും വിനയത്തോടുകൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദൈവാലയത്തിൻ്റെ ചുമതലക്കാരായിട്ട് ഇന്നിവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മനുവച്ചൻ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോസിസ് അച്ഛൻ. മനുവച്ചനെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. തീർച്ചയായിട്ടും എബിഎച്ച്എനെ പോലെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അച്ഛൻ്റെ ശുശ്രൂഷകളും അച്ഛൻ്റെ സ്നേഹവും അത് ഒന്നിച്ച്, പ്രത്യേകിച്ച് ഇവിടുത്തെ ജ്ഞാനായ ഇടവകയും സുറിയാനി സഭയുടെ എല്ലാ ദൈവാലയങ്ങളും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. എൽദോസച്ചൻ പറഞ്ഞൊരു വലിയ സത്യമാണത്. ഈ വൈദികരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഒരു വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു കൂട്ടായ്മയോടുകൂടി തന്നെ പ്രവർത്തിക്കുവാൻ ബഹുമാനപ്പെട്ട മനുവച്ചന് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ ഈ ദൈവാലയത്തിലേക്ക്, ടൊറന്റോയിലേക്ക് സെന്റ് ഇഗ്നേഷ്യസ് ജ്ഞാനായ ഇടവകയുടെ നാമത്തിൽ ഏറ്റവും വിനയത്തോടെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പട്ടംകുടയിലുമൊക്കെ ശുശ്രൂഷിച്ച് ആ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചതാണ്. അച്ഛൻ്റെ സേവനം ഞാനത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരു യൂത്ത് കോർഡിനേറ്ററായിട്ട് ഇവിടെ ശരിക്കും അതൊരു അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന വൈദികർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇവിടെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എൽദോസച്ചൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അച്ഛൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാരിയിലൊക്കെ യങ്സ്റ്റേഴ്സിനെ കൂട്ടി അച്ഛൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇടവകയിൽ ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെയൊക്കെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവകയുടെ നാമത്തിൽ എല്ലാവർക്കുമുള്ള ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു അച്ഛൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വികാരി പ്രിയപ്പെട്ട മനുവച്ചൻ, ഒപ്പം നമ്മുടെ ഇടവകയിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം യൂത്ത് വിങ്ങിനെ കൂടുതൽ റിവൈവ് ആക്കുവാൻ തമ്പുരാൻ കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ട ജോസിസ് അച്ഛൻ. എൽദോസ് അച്ഛനെയും ജിബിനച്ഛനെയും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഞാൻ അവരോട് പറഞ്ഞുമില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നോ ഒന്നും. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ വന്നു. ഒത്തിരി സന്തോഷം, നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ഞാൻ 2011 ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ച എല്ലാം നന്ദി പറഞ്ഞത് എല്ലാവരോട്. അതുകൊണ്ട് ഒത്തിരി എക്സ്പ്ലനേഷന് പോകുന്നില്ല. പ്രത്യേകിച്ച് സാറാക്കുട്ടിയാൻ്റെ ഒക്കെ ഒത്തിരി ടയേർഡ് ആമത്തായങ്ങളൊക്കെ നമുക്കറിയാം.
പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഏതൊരു കുടുംബജീവിതമായിരുന്നു. ഒരു കുടുംബം എങ്ങനെയാണ് ഫോം ചെയ്തു വരുന്നത്, അതുപോലെയായിരുന്നു ഇവിടെ വന്നുള്ള എൻ്റെ ലാൻഡിങ്, തുടർന്നുള്ള ഓരോ ശുശ്രൂഷകളൊക്കെയും. കുടുംബം ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിലൂടെ എന്ന് പറയുന്ന പോലെ ആദ്യം എന്നെ ചെറുക്കം കാണാൻ വന്നത് മത്തായങ്ങളും ആൻറ്റിയാണ്. അവിടെ വന്ന് ചെറുക്കനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. ചെറുക്കൻ കുറച്ച് കഞ്ഞിയൊക്കെ വിളമ്പി കൊടുത്തു കുത്താരുള്ളതൊരു ചാപ്പലിൽ. എനിക്കറിയില്ലായിരുന്നു മത്തായങ്ങൾ ഇന്ന കാര്യത്തിന് വന്നതെന്ന് അറിയില്ല. എന്നെ പരിചയപ്പെട്ടിട്ട് അവിടെ നിന്ന് പോയി. പിന്നീടാണ് പ്രിയപ്പെട്ട ബായി ചേട്ടൻ്റെ ടെലഫോൺ വന്നത്. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, അത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് ഞാൻ ബായി ചേട്ടനോട് പറഞ്ഞത്. വീണ്ടും 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ചേട്ടാ അത് നടക്കൂല, നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ പറയുന്നത്. ഇല്ലച്ചാ, ബേബി അങ്ങളുടെ ഇമെയിലുകൾ ഓരോന്നായി വന്നു. ബേബി അങ്ങൾ കൃത്യമായിട്ട് ഫ്രെയിം ചാർട്ട് ചെയ്ത് അയച്ചു, ഒരു അച്ഛനെ എങ്ങനെ ഇവിടെ ആയിരിക്കണം എന്നുള്ളത്. തമ്പുരാൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. രാജുവങ്ങളും ആൻറ്റിയും മറീന ചേച്ചി എല്ലാവരും വിളിച്ച് ഓരോ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. അന്ന് എൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഈ ആദ്യം പറഞ്ഞ ഹണിമൂണിൻ്റെ നാളുകൾ എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ വീടുകളിലും മാറി മാറി ഇങ്ങനെ ഒരു വീടുകളിൽ താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് ലഭിച്ച ഒത്തിരി എന്താ പറയുക, നമ്മുടെ പള്ളിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അവരുടെ വേദനകളും അറിയുവാൻ സാധിച്ചു. ഒരു കുടുംബമാകുമ്പോൾ അതിൻ്റെ സന്തോഷവും ദുഃഖവും ഒരുമിച്ച് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ ആ കിട്ടിയ ഒരു വലിയ ഊർജ്ജമാണ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചത്. ആദ്യത്തെ ഒരു 5 വർഷം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ എന്നാണ്. പിന്നെ 5 വർഷത്തിന് ശേഷമാണ് പലരും പറയുന്നത് ഞങ്ങളുടെ അച്ഛനാട്ടോ എന്ന് പറയുവാനിടയായി. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനിൽ നിന്ന് ഞങ്ങളുടെ അച്ഛനിലേക്കുള്ള വളർച്ച അത് കുറേ സമയമെടുത്തു. ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും നിറഞ്ഞ ആ വഴിയാത്രയിൽ ഒരു ഭവനമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാനും മുട്ടുമടക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. കെൻമോറിലെ കൊച്ചു പള്ളിയിൽ നിന്ന് ദൈവം തന്ന ഈ നല്ലൊരു അനുഗ്രഹത്തിലേക്ക് മാറുവാൻ നമുക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നന്ദിയോടെ ഓർക്കുകയാണ്. ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു. ജോയിച്ചേട്ടൻ ഇവിടെ ഉണ്ട്, റോയ് മഞ്ഞനിക്കര ചേട്ടൻ. ആ സമയത്തുണ്ടായിരുന്ന ഫണ്ട് റേസിങ് ആ ഒരു പ്രോഗ്രാം, എൻ്റെ അന്നത്തെ ആ എന്താ പറയുക, ആ ഒരു ക്രൈസിസ്, നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, മറ്റു പള്ളി വിൽക്കണം, ഇതിലേക്ക് മാറണം, ഇത് വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളിൽ കൂടെ പോവുകയായിരുന്നു. പക്ഷെ തമ്പുരാൻ ആ സമയത്ത് എല്ലാവരെയും എടുത്ത് ഉപയോഗിച്ചു. അങ്ങനെ കൃത്യമായ സമയത്ത് ഇത് വാങ്ങി ഒരമ്പലം ആൾത്താരയാക്കുവാൻ ബലിപീഠമാക്കുവാൻ നമ്മുടെ ഇടവയ്ക്ക് സാധിച്ചു. അതിനൊറ്റ റീസണുള്ളത് യൂണിറ്റി, നമ്മുടെ പള്ളിയുടെ യൂണിറ്റിയാണ്. ഓൾവേസ് കീപ്പ് ഇറ്റ്, അത് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒന്നാണ്. നമുക്കറിയാം, ഇവിടെ മത്തായങ്ങൾ പറഞ്ഞ ഒന്നുണ്ട്, അച്ഛൻ ലണ്ടൻ പള്ളി നട്ടു നനച്ചു വളർത്തി. ഇനി അച്ഛൻ അങ്ങോട്ട് പോകുന്ന ഒരിക്കലുമല്ല, ഞാനല്ല അത് നട്ടത്, നിങ്ങൾ തന്നെയാണ് നട്ടത്. മറ്റ് 10 വർഷത്തിനിടയിൽ, അതിനു മുമ്പ് മിനിച്ചേച്ചി പറഞ്ഞതുപോലെ 2011 മുമ്പ് ഈ ഇടവക അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജന്മം കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിനെ പിളർത്തിയും തളർത്തിയും കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ള സത്യമാണ്. ആ മുറിവുകളുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. എന്നാൽ ഈ അമ്മ സ്നേഹത്തോടെ ജന്മം കൊടുത്ത, കൃത്യമായ സമയത്ത് ജന്മം കൊടുത്ത് വളർത്തിയ പള്ളിയാണ് ലണ്ടൻ മോർ ഗ്രിഗോറിയോസ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് മാറുമ്പോൾ കുറേ സെൻറ്റിമെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളും കരച്ചിലും, ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കുറേ നേരം കരയുന്നല്ലാതെ നിങ്ങളുടെ മുന്നിലൊന്നും കരയുന്നില്ല. പക്ഷേ ആ ഒരു അനുഭവം നിങ്ങൾ തന്നതാണ് സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളി. അതിൻ്റെ വളർച്ചയും അവിടെ നമുക്ക് 1.5 ഏക്കർ സ്ഥലവും പള്ളിയും വാങ്ങിക്കാൻ സാധിച്ചതെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇൻസ്പിറേഷനായിരുന്നു. അതെല്ലാം നമുക്ക് സാധിച്ചു. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കുന്ന അവരുടെ ഇടയിലേക്ക് തന്നെയാണ്. നമുക്ക് എപ്പോഴും ഒരുമിച്ചായിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൂടെ എല്ലാവരും ഇത് കാണുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇമെയിലുകളും വാട്സപ്പുകളൊക്കെ ഒത്തിരി പേരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നിനും മറുപടി പറയുന്നില്ല. പലരും സീനിയേഴ്സ് എല്ലാവരും എന്നെ വിളിച്ച കൂട്ടത്തിൽ അച്ഛനെ വേദനിച്ച ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യുകയാണ്. എന്നോട് പറയുകയാണ്, അച്ഛാ ഇത് ഞങ്ങൾക്കിത് സർപ്രൈസാണ്, ഈ കൽപ്പന. അച്ഛനത് സർപ്രൈസ് ആയിരിക്കില്ലല്ലോ. ഒരിക്കലുമല്ല. നമുക്കറിയാം ഇതിൻ്റെ ഓരോ പ്രോസസ്സും ഓരോ സിസ്റ്റവും എല്ലാം നമുക്കറിയാം. ഞാൻ ഒരിക്കലും ഈ കൽപ്പന ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ല. മെയ് മാസത്തിൽ, കാരണം ലണ്ടൻ പള്ളിയിലെ കൂദാശ ഇവയോടനുബന്ധിച്ച് ട്രാൻസ്ഫർ ഉണ്ടാകാനൊരു സാധ്യതയുണ്ടെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. അച്ഛനും അതുപോലെ തന്നെ
അച്ഛനും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അച്ഛനും കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കൽപ്പന വന്നു, ഞങ്ങൾക്ക് 3 പേരും കിട്ടി. എനിക്ക് കിട്ടിയ വിത്തിൻ 5 മിനിറ്റ് ഞാൻ വൈച്ചേട്ടന് കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പോയത്. എനിവേ തിരുമേനോടും ഭദ്രാസനത്തിലെ എല്ലാത്തിനോടുള്ള നന്ദിയും വിധേയത്വവും അറിയിക്കുന്നു. അതിൽ സീനിയേഴ്സ് പലരും വിളിച്ചു കൊടുത്തതിൽ എനിക്കും സർപ്രൈസ് ആയിരുന്നു. ഞാൻ എന്നോടൊരു പറഞ്ഞ് കുറേ പേര് വിളിച്ച് വാട്സപ്പ് ഇടുകയും ഇമെയിൽ ചെയ്ത കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, അച്ഛൻ ഈ പള്ളിയിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ മാറാനോ സാധിക്കും, ബട്ട് യു ആർ നോട്ട് ഓൺലി എ വികാർ ഓഫ് ദി സെൻറ്റ് മേരീസ് ചർച്ച് ബട്ട് പാർട്ട് ഓഫ് അവർ ഫാമിലി. അത് എന്നെ ഒത്തിരി കരയിപ്പിച്ചു എന്നല്ല രാത്രി. ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് ഇടവയെ കൊണ്ട് വരുത്തുവാനായിട്ട് സാധിച്ചു. ഞാനിവിടെ വന്ന സമയത്ത് ഏറ്റവും ആദ്യം എന്നെ വെൽക്കം ചെയ്തത് ബൈച്ചേട്ടനാണ്. തിരിച്ച് എന്നെ യാത്ര പറഞ്ഞ് അയക്കുന്നതും ബൈച്ചേട്ടൻ തന്നെയാണ്. യാത്ര പറയല്ല, ആ സ്നേഹബന്ധത്തിൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ പള്ളിയുടെ വളർച്ചയുടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളെല്ലാം വന്നപ്പോഴും ഭംഗിയായി കൈകാര്യം ചെയ്ത് ബൈച്ചേട്ടൻ തന്നെയാണ്. ഒരു സാൻഡ്വിച്ച് പരുവത്തിൽ താഴേന്ന് മുകളിൽ നിന്നുള്ള പ്രഷർ, അതിൻ്റെ നടുവിൽ യു ആർ ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എസ്പെഷ്യലി ടു ദി സെൻറ്റ് മേരീസ് ചർച്ച്. തീർച്ചയായിട്ടും ഞാൻ അറിയുന്നു. ബൈച്ചേട്ടനല്ല ആ സ്ഥാനത്തെങ്കിൽ അത് വേറൊരു വഴിക്ക്, ട്രാക്കിലേക്ക് അത് പോകുമായിരുന്നു. അതുപോലെ തന്നെ അജോയ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളിലും ചാർട്ട് ഔട്ട് ചെയ്തപ്പോഴും ഫിനാൻഷ്യൽ മാറ്ററുകളിൽ അജോയ് ചെയ്ത ഡെഡിക്കേഷൻ അമേസിങ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ, യൂത്ത്, വനിതാ സമാജം, മത്തായങ്ങളും ആൻറ്റിയും നമുക്കറിയാം. ഞാനൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. എപ്പോഴും ഞങ്ങളുടെയൊക്കെ പേരൻസ്, അച്ഛന്മാരുടെയൊക്കെ പേരൻസ് ഇവിടെ ഇല്ല. ഞങ്ങൾ പേഴ്സണൽ ആയിട്ട് അഭിമുഖീകരിക്കുന്ന ചലഞ്ചസിൽ സീനിയേഴ്സായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യവും കരുതലും സ്നേഹവും ഒക്കെയാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ആൻറ്റി എപ്പോഴും എന്നോട് പറയും, അച്ഛൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. എപ്പോഴും ആ പ്രാർത്ഥനയിൽ ആൻറ്റിയുടെ പ്രാർത്ഥന ഞങ്ങളുണ്ടെന്നറിയാം. അതെല്ലാം ഓർക്കുന്നു. സൺഡേ സ്കൂളിൽ ഏറ്റവും ഭംഗിയായി ഇന്ന് ഭദ്രാസനത്തിൽ ഏറ്റവും നല്ല സൺഡേ സ്കൂളായിട്ട് വളരുവാനുള്ള ഏറ്റവും ആ ഒരു സാധ്യത ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ലീലാമാൻറ്റി, മിനി ചേച്ചിയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. അവരെല്ലാം ഓർക്കുന്ന നന്ദിയോടെ ഇനിയും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആശംസിക്കുകയും ചെയ്യാണ്. കൊയറിനെ കുറിച്ചുള്ള നന്ദി പറയുമ്പോൾ വത്സാൻറ്റിയോട് ഞാൻ എപ്പോഴും പറയുകയാണ്, നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള പ്രേരണ ആൻറ്റിയുടെ സാന്നിധ്യമാണ്. അതുതന്നെ നമുക്ക് വിശ്വാസത്തിൽ ബലപ്പെടുവാൻ തക്കവണ്ണം ആൻറ്റി ഇനിയും ഓർഗൺ വായിച്ചും പാട്ടുപാടിയും മനോഹരമായ ആരാധനയിൽ ഭാഗമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭവങ്ങൾ കാലാവസ്ഥയുടെ ഏത് പ്രതികൂലാവസ്ഥയിലും അഭവങ്ങൾ വന്ന് ഇതെല്ലാം ക്രമീകരിച്ച് തരുന്നത് ഓർക്കുന്നു. ഒപ്പം നമുക്കറിയാം, ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ബൈച്ചേട്ടൻ പറഞ്ഞൊരു ഫാക്റ്റ്, 5 പേരിൽ കൂടുതൽ പള്ളിക്കകത്ത് വരാൻ മേല എന്ന് പറഞ്ഞ സമയത്ത് അന്ന് ലണ്ടൻ പള്ളിയിൽ സീനിയർ ആയിട്ടുള്ള രാജനങ്ങൾ, അദ്ദേഹം സിക്കായി എന്നോട് പറഞ്ഞു, എനിക്ക് കുർബാന അനുഭവിക്കണം, തൈലാഭിഷേകം വേണം. അന്ന് കോവിഡ് മാക്സിമം നിൽക്കുകയാണ്. ആ സമയത്ത് ഫ്യൂണറൽ സർവീസ് ഇല്ല, ക്രീമിയേറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആരും കുറച്ച് പേര് പറഞ്ഞു പള്ളിയിൽ കുർബാന വേണ്ട, അത് ഷട്ട് ഡൗൺ ചെയ്യേ, അതായിരിക്കും നല്ലത്. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ട്രങ്കിലിട്ട് ഞാനും വൈഫും ഇവിടെ വന്ന് വിശുദ്ധ കുർബാന ചൊല്ലി. ഒരു ദിവസം ലണ്ടന് അന്നേ ദിവസം വിശുദ്ധ കുർബാനയും തൈലാഭിഷേകത്തിനുമായിട്ട് പോയത് ഓർക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെ പോലീസ് വഴിക്ക് വെച്ച് പിടിക്കും? അപ്പം ഞാൻ സ്വാമിയോട് പറഞ്ഞു, ഇല്ല നമുക്ക് പോകാം, പോലീസുകാരൊന്നും പറയില്ല. പോണ വഴിക്ക് ചെക്കപ്പ് ഉണ്ടായി, പക്ഷെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവിടെ ചെന്നു. അങ്കിളിന് കുർബാന കൊടുത്തു, അങ്കിളിന് തൈലാഭിഷേകം നടത്തി. തിരിച്ചു പോരാൻ നേരത്തെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പോവുകയാണോ? ഞാൻ പോവാണ് അങ്കിളെ, ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞു. ഇവിടെ വന്ന് തിരിച്ച് കാസായം പീലാസായിക്കോട്ട് വെക്കാനെടുത്ത് തിരിച്ച് വന്നു കൊടുക്കരുത്, ഫോൺ വന്നു, അങ്കിൾ മരിച്ചു എന്ന് പറഞ്ഞു. അങ്കിളിന് ക്രീമിയേറ്റ് ചെയ്തു. ആശസ് ഇപ്പോഴും കീപ്പ് ചെയ്തിരിക്കുകയാണ്. അതിന് മറ്റൊരു ഫ്യൂണറൽ സർവീസായിട്ട് നടത്തണം. ഇത് പറഞ്ഞത്, നമ്മുടെ പള്ളി എത്രയോ അനുഗ്രഹമാണ്. നിലവിളിക്കുമ്പോൾ ഇവിടെ ഓടി വന്ന് എന്താ പറയുക, കരയുമ്പോൾ സങ്കടപ്പെടുമ്പോൾ ഈ ഭിത്തിയുടെ ജനലിൻ്റെയൊക്കെ ചൂടും ചൂരും വേദനകളുടെ നടുവിൽ അനുഭവിക്കാത്ത ആരുമില്ല. എല്ലാം നഷ്ടപ്പെട്ട പലരും ഈ ഭിത്തിയുടെ അടുക്കൽ ചേർന്ന് നിന്ന് കരഞ്ഞപ്പോൾ, വഴിപാടർപ്പിച്ചപ്പോൾ, കുർബാന സ്വീകരിച്ചപ്പോൾ, കുമ്പസാരിച്ചപ്പോൾ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നൽകിയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നലെ സന്ധ്യയ്ക്ക് ഞങ്ങളിവിടെ വന്ന് പള്ളിക്കകത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാനും കുടുംബവും ഫാമിലിയും തിരിച്ചു പോകുമ്പോൾ വേറൊരു ഫാമിലി രാത്രി വന്നിരിക്കുക, 2 ഫാമിലി. ഞാൻ ചോദിച്ചു, അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ പള്ളിക്കകത്ത് വരുന്നില്ല, പക്ഷേ ഇവിടെ മുറ്റത്ത് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് എന്ന് പറയുകയുണ്ടായി. അവർ തിരിച്ചു പോയി. അപ്പോൾ നമ്മുടെ ദൈവാലയം ഈ ദേശത്തിൻ്റെ, മനുവച്ചൻ പറഞ്ഞതുപോലെ മദർ ചർച്ച് ആണ് നമ്മുടെ ഈ കാനഡയിലെ. അതിൻ്റെ ഐഡൻറ്റിറ്റി നമ്മുടെ യൂണിറ്റിയാണ്.
അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണമെന്ന് മാത്രം പറയുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇടതും വലതുമായിട്ട് നിന്ന് ഇടങ്കയും വലങ്കയുമാണ് ജോവനും കെവിനും, അതുപോലെ തന്നെ ശുശ്രൂഷക്കാരെല്ലാവരും, നിബു, സുബിൻ, ഇവരെല്ലാവരും, അവരെല്ലാം ശുശ്രൂഷയുടെ ഭാഗമായി നിന്ന് അലക്സേട്ടൻ ഒക്കെ ഓർക്കുകയാണ്. ഒത്തിരി സന്തോഷം. സ്നേഹത്തോടെ തന്നെയാണ് നമ്മൾ യാത്ര പറയുന്നത്. ഒരു ഗുഡ് ബൈ അല്ല, പകരം സി യു അഗെയിൻ എന്നുള്ള അനുസരിച്ച് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും വഹിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കടങ്ങൾ യൂത്തിനെ സംബന്ധിച്ചുള്ള ഒന്നാണ്. അതൊരു വലിയ ചലഞ്ചാണ്. നമുക്കറിയാം, ഞാൻ അച്ഛനെ ഇരുത്തിക്കൊണ്ട് പറയുമായിരുന്നില്ല. ഇപ്പോൾ മനു അച്ഛനെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ 2 പള്ളികളായിരുന്നു. അത് ഒരു പള്ളിയായി. കഴിഞ്ഞ ഒരു വർഷമായോ സെൻറ്റ് ജേക്കബായി? 1 വർഷത്തിനുള്ളിൽ സെൻറ്റ് മേരീസും സെൻറ്റ് സൈമൺസും അത് യോജിച്ച് ഒരു പള്ളിയായി തീരുവാൻ തക്കവണ്ണം അച്ഛൻ്റെ ശുശ്രൂഷകൾ അത് ഭംഗിയായി അവിടെ നടന്നു എന്നുള്ളൊരു വലിയ സത്യം നമുക്ക് ഓർക്കാം. നമ്മുടെ ജോസി സച്ചൻ യൂത്തിനെ സ്കാർബോയിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് പോകുന്നു. അതുകൊണ്ട് യൂത്തിനെ എല്ലാം ഭംഗിയായിട്ട് ശുശ്രൂഷിക്കുന്ന അച്ഛൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും നമുക്ക് വലിയ സന്തോഷമാണ്. നന്ദി പറയുന്ന കൂട്ടത്തിൽ ഞാൻ മാത്യു അങ്കിളിനെയും ഹാരീഷിൻ്റെ അമ്മയും ഒന്ന് ഓർക്കുകയാണ്. ഞാൻ ആദ്യം താഴെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടുന്ന് വേണമെന്ന ക്രമീകരണമെല്ലാം ആ അമ്മച്ചിയും മാത്യു അങ്കിൾ കാപ്പിയെല്ലാം ഉണ്ടാക്കി ടി കെ ജോയി അങ്കിൾ എല്ലാം കൃത്യമായിട്ട് ചെയ്തു തരുന്നതെല്ലാം ഓർക്കുകയാണ്. ഒരു അച്ഛനെ എങ്ങനെ സ്നേഹിക്കണം, കരുതണം എന്നുള്ളതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഇടവക. അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പള്ളി വാങ്ങിക്കുവാനായിട്ടുള്ള ബിൽഡിംഗ് കമ്മിറ്റി, അത് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഞാനൊരു ദിവസം രാത്രി 6 മണി 7 മണി വിൻ്റർ ടൈമിൽ വന്നപ്പോൾ ഭയങ്കര ഇരുട്ടാണ്, ഇതിന് പവർ സപ്ലൈ ഇല്ല. ഞാൻ നോക്കുമ്പോൾ ആരും വെള്ളം കോരുന്നതായിട്ട്, ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നോക്കുമ്പോൾ കത്തിച്ച മെഴുകുതിരി എടുക്കില്ല, ആ തണുപ്പിൽ ബേബിയങ്ങൾ ഇരുന്ന് മദ്ബഹ കംപ്ലീറ്റ് നനഞ്ഞ് വെള്ളം ചോർന്നൊലിച്ചു. ബക്കറ്റിലേക്ക് വെള്ളമെല്ലാം കോരി കപ്പ് കൊണ്ട് കോരി കൊണ്ടുവന്ന് എല്ലാം ഡ്രൈ ആക്കുകയായിരുന്നു അവിടെ. പിറ്റേ ദിവസം നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഡെഡിക്കേഷൻ നമ്മുടെ ഓരോ ആളുകൾക്കും നമ്മുടെ ഇടവയ്ക്കുണ്ട്. സീനിയേഴ്സിന്, യങ്സ്റ്റേഴ്സിന്, പുതിയ തലമുറയ്ക്ക് എല്ലാം ഉണ്ട്. ഭംഗിയായി വിനിയോഗിച്ച് ഇനിയും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, കേരള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മേളകളിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഇടതു വലതു മുന്നണികളിലൊക്കെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രമേയം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും പാർലമെൻറ്റ് മണ്ഡലത്തിലൊക്കെ. അപ്പോൾ അവരെല്ലാം കേരളത്തിൻ്റെ സാമ്പത്തിക മത മണ്ഡലങ്ങളിലൊക്കെ ഒരു ഹാർമണി സൃഷ്ടിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം വിവിധ രാഷ്ട്രീയ പ്രമേയങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. അതിൽ വന്ന 2-3 ചിന്തകൾ ഇങ്ങനെ ഞാൻ ഓർക്കുകയാണ്. ഒന്ന്, അതിവേഗം ബഹുദൂരം. നമുക്കറിയാം, കേരളത്തിൻ്റെ സാമ്പത്തികമായ മണ്ഡലങ്ങളിൽ വളരെ ഡെവലപ്മെൻറ്റ്, പുരോഗതി പ്രാപിച്ച് വളരെ വേഗത്തിൽ, അതിവേഗത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു വിഭാഗം കൊണ്ടുവന്ന ഒന്നാണ്. അതപ്പം മറ്റൊന്നായിരുന്നു എല്ലാം ശരിയാകും. ഇവിടെ ആരോ പറഞ്ഞതുപോലെ, ചേച്ചി പറഞ്ഞതുപോലെ LDF വരും എല്ലാം ശരിയാകും. മറ്റൊന്ന്, മൂന്നാമത്തേത് BJPക്കാർ കൊണ്ടുവന്നൊരു ഒരു പ്രമേയമായിരുന്നു നവകേരളം, പുതിയ കേരളത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ. ദൈവമക്കളെ, നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. അതിവേഗം ബഹുദൂരം സ്പിരിച്വലി, മെറ്റീരിയലി, ഭൗതികവും അധ്യാത്മികവുമായി വളർച്ച പ്രാപിച്ച് 2 വൈദികരോട് ചേർന്ന് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകുവാനിടയാകട്ടെ. പിന്നെ യൂത്തിനെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റുകളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം ശരിയാകും. നമ്മുടെ ജോസി അച്ഛൻ ഇവിടെ ഉണ്ട്, തീർച്ചയായും ടേക്ക് കെയർ ചെയ്യും എന്നുള്ള കാര്യം. നവകേരളം പുതിയ ചിന്തകളും പുതിയ അനുഭവങ്ങളുമായി നമ്മുടെ ഇടവക മുന്നോട്ട് പോകട്ടെ. ഞാൻ അതിൻ്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു യാത്ര പറയാനുള്ള മാനസികാവസ്ഥ അച്ഛനില്ല. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഇത് വാങ്ങിക്കുന്ന ആ കാലഘട്ടത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിലെല്ലാം നിന്നുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ് പ്രിയപ്പെട്ട കറിപ്പിൾ പൗലോസേട്ടനും മേഴ്സി ചേച്ചിയും. പൗലോസേട്ടൻ്റെ കോൺട്രിബ്യൂഷനും ഡെഡിക്കേഷനും മറക്കുന്നില്ല. എല്ലാം ദിവസങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻ മദ്ബഹ, സങ്കടമുണ്ട് അതിനോട് യാത്ര പറഞ്ഞ് പോകാനായി. കാരണം എൻ്റെ വീടാണ്, എൻ്റെ ഭവനമാണ്. എൻ്റെ കണ്ണുനീരുകളും എൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒത്തിരി കണ്ടതും അറിഞ്ഞതുമായ ഒരു ബലിപീഠം. തീർച്ചയായും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇനിയും സമയത്തിനനുസരിച്ച് വരാം. പ്രാർത്ഥനകൾ നിങ്ങളെ ഓർക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൾ സെൻറ്റ് മേരീസ് ഫാമിലി. ഇതല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. ആരും എന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇനി ഈ ഒരു ദിവസം ഞാൻ മൊബൈൽ ഓഫ് ചെയ്തിരിക്കുകയുള്ളൂ. ചാലുവിനെയും അച്ചുവിനെയും അവരൊക്കെ നല്ല രാത്രി വിളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സൈമൺ
ഇത് ഈ സോഷ്യൽ മീഡിയയുടെ ഡെപ്ത് എന്താണെന്ന് അവരാണ് നമ്മളെ പഠിപ്പിച്ചത്, എത്രമാത്രം ആഴത്തിൽ ഈ കഴിഞ്ഞ കഷ്ടാനുവാഴ്ചയൊക്കെ. അതോടൊപ്പം തന്നെ വനിതാ സമാജം ഇനിയും ഡാൻസ് കളിക്കണം, കൂടുതൽ നന്നായിട്ട് വളരാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭംഗിയായിട്ട് എത്രയോ മീഡിയകളിലൂടെ എത്രയോ നന്നായിട്ട് നമ്മൾ നമ്മുടെ പള്ളിയെക്കുറിച്ച് അറിയുവാനിടയായി. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ന്യൂയോർക്കിലെ അങ്കിളും ആൻറ്റിയും പറയുമായിരുന്നു, ഇതുപോലെ അച്ഛൻ ഞങ്ങൾ ഞായറാഴ്ച കുർബാന കാണുന്നത് സെൻറ്റ് മേരീസ് പള്ളിയിലെ കുർബാനയാണ്. അതുകൊണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നറിയില്ല, യൂട്യൂബിലൂടെ. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു പള്ളിയുടെ ഒരു അനുഗ്രഹമാണ്. ഇനിയും പള്ളി വളരും, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോട്ടെ. എന്നെ എങ്ങനെ കരുതിയോ ആ ഒരു സ്നേഹവും കരുതലും പ്രിയപ്പെട്ട മനു അച്ഛനോടും, അച്ഛനും അമ്മായി എനിക്കൊന്ന് സമ്മറിൽ വരും അല്ലേ, കൊച്ചും പിള്ളേരും അവരന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ജോസീസ് അച്ഛനും ഫാമിലിയും സ്നേഹത്തോടെ കരുതിയും സ്നേഹിക്കുകയും ചെയ്യാൻ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവരോടുള്ള നന്ദി കൂടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. Thank you, Acha, for your kind words. As I said before, your footprints are always here, and it's not a bye until see you again. Thank you, those who joined with live, as well as who are present here. Thank you very much. Thank you. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വളരെയേറെ ആധ്യാത്മികമായി മാതൃകയായി തീർന്ന നമ്മുടെ ദേവാലയം കർത്താവിൻ്റെ ഗാത്രമായിരിക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ സ്നേഹത്തിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാം പരമപ്രധാനമായ ലക്ഷ്യം ക്രൂശെ നോക്കി, കുരിശിനെ നോക്കി യാത്ര ചെയ്യുക. ഒരു കുരിശിലെ മരണത്തിനപ്പുറത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ശക്തി നമുക്കുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ ഇടവകയെ ഉള്ളംകൈയിൽ വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അച്ഛൻ പറഞ്ഞതുപോലെ അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകുവാൻ, എല്ലാം ശരിയാകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ, പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുവാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യാത്രം ചെയ്യും ഞാൻ യേശുവിന, ജീവൻ വച്ചിടും രക്ഷകന, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകന, അന്ത്യശ്വാസം ബാർഖുമോർ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവേ ഞങ്ങളെല്ലാവരോടും, വിശിഷ്യ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട വൈദികരോടും ശുശ്രൂഷകളോടും ഞങ്ങളുടെ ഇടവകയോടും കൂടെ, ഇവിടെ ആയിരിക്കുന്ന വൈദികരോടും കൂടെ, ഇത് കാണുന്ന സന്തോഷത്തോടെ ഇതിനെല്ലാം കാണുക, ഇതിൽ പാട്ടാകുകയും ചെയ്യുന്ന ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവരോടും കൂടെ എന്നുമെന്നാലുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.